അപ്പോൾ നമ്മൾ അന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് തിയറി ഓഫ് മെഷീൻസിലെ ഫ്ലൈ വീൽ എന്ന് പറയുന്ന ടോപ്പിക്കാണ്. ഓൾറെഡി നമ്മൾ ഗവേണേഴ്സ് ആയിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളെല്ലാം പഠിച്ചിരുന്നു. ഇനി അതുമായിട്ട് ബന്ധപ്പെട്ട ബാക്കി ഫ്ലൈ വീൽസ് എന്താണ് ഫ്ലൈ വീലിന്റെ ഫംഗ്ഷൻ, അതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്നാണ് നമ്മൾ ഈ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അപ്പൊ നമുക്ക് നോക്കാം. ഗവർണേഴ്സിനകത്ത് നമ്മൾ ഫംഗ്ഷൻ ഓഫ് ഗവർണർ പഠിച്ചിരുന്നു, ടൈപ്പ് ഓഫ് ഗവർണർ പഠിച്ചു, സിമ്പിൾ വാർഡ് ഗവർണർ ഉണ്ട്, പോർട്ടർ ഗവർണർ ഉണ്ട്. ഇത്രയൊക്കെയാണ് നമ്മൾ പഠിച്ചതിന്റെ ചെറിയ പ്രോബ്ലംസും ന്യൂമറിക്കൽസും അതുപോലെ തന്നെ MCQs നമ്മൾ വർക്ക്ഔട്ട് ചെയ്തു. ഇനി അടുത്ത ക്ലാസ്, അതായത് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഫ്ലൈ വീൽ എന്ന് പറയുന്ന ടോപ്പിക്കാണ്. അപ്പൊ ഫ്ലൈ വീൽ എല്ലാവരും മിക്കവർക്കും ഫ്ലൈ വീൽ എന്ന് പറയുന്ന ടൈം വളരെ പരിചിതമായിരിക്കും. ഫ്ലൈ വീൽ എന്താണെന്ന് നിങ്ങൾക്ക് ഏകദേശം ഒരു ധാരണയുണ്ട്. അപ്പം നമ്മൾ ആദ്യം അറിഞ്ഞിരിക്കേണ്ടത് ഫ്ലൈ വീൽ എന്താണ്, ഗവർണർ എന്താണ്, അതിന്റെ വ്യത്യാസം എന്താണ്. ഗവർണറിന്റെ കാര്യം ഓൾറെഡി നമ്മൾ പറഞ്ഞിരുന്നതാണ്. എഞ്ചിന്റെ ലോഡ് വേരിയേഷൻ അനുസരിച്ച് സ്പീഡിനെ കൺട്രോൾ ചെയ്യുന്നതാണ് നമ്മുടെ ഗവർണറിന്റെ ഉദ്ദേശമെങ്കിൽ, ഫ്ലൈ വീൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്സസ് ആയിട്ട് വരുന്ന എനർജിയെ സ്റ്റോർ ചെയ്യുന്ന ഡിവൈസ് ആണ് നമ്മളുടെ ഫ്ലൈ വീൽ എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് വേണ്ടതിൽ കൂടുതൽ എനർജി കിട്ടി, അങ്ങനെയാണെങ്കിൽ നമുക്ക് അതെല്ലാം ഉപയോഗിക്കാൻ പറ്റത്തില്ല. വേണ്ടത് മാത്രം ഉപയോഗിച്ചിട്ട് ബാക്കി വരുന്നതിനെ സ്റ്റോർ ചെയ്ത് വെക്കണം. വെറുതെ സ്റ്റോർ ചെയ്ത് വെക്കുമല്ല, പിന്നീട് എപ്പോഴെങ്കിലും എനർജി ഡെഫിഷ്യന്റ് വരുന്ന സമയത്ത് ഈ അധികം ഇരിക്കുന്ന എനർജി നമ്മൾ അങ്ങോട്ട് സപ്ലൈ ചെയ്ത് കൊടുക്കും. അതാണ് നമ്മുടെ ഫ്ലൈ വീലിന്റെ ഫംഗ്ഷൻ എന്ന് പറയുന്നത്. നമ്മുടെ ഫ്ലൈ വീലിന്റെ ഫംഗ്ഷൻ അതാണ്. നമ്മുടെ വീട്ടിലിരിക്കുന്ന തയ്യൽ മെഷീന്റെ ഒക്കെ ഇരിക്കുന്ന റൊട്ടേറ്റിംഗ് പാർട്ട് ഫ്ലൈ വീലാണ്. അല്ലെങ്കിൽ അതുപോലെ തന്നെ നമ്മുടെ IC എഞ്ചിനകത്ത് ഫ്ലൈ വീൽ ഉണ്ട്. ഇപ്പൊ IC എഞ്ചിന്റെ കാര്യം പറയുകയാണെങ്കിൽ IC എഞ്ചിന് 4 സൈക്കിൾ ഉണ്ടെന്ന് നിങ്ങൾക്ക് അറിയാം. അതിനകത്ത് ഒരൊറ്റ സൈക്കിളിൽ മാത്രമേ നമുക്ക് പവർ ജനറേറ്റ് ചെയ്യത്തുള്ളൂ. ആ പവർ ഉപയോഗിച്ചതിന്റെ ബാലൻസ് വരുന്നത് ഫ്ലൈ വീൽ സ്റ്റോർ ചെയ്തിട്ട് ഒന്നാമത്തെ സ്ട്രോക്കിലും രണ്ടാമത്തെ സ്ട്രോക്കിലും നാലാമത്തെ സ്ട്രോക്കിലും ഈ വരുന്ന 3ന്റെ എക്സസ് ആയിട്ട് വരുന്ന എനർജിയാണ് നമുക്ക് ഉപയോഗിക്കുന്നത്. ജസ്റ്റ് നോർത്തിരുന്നാൽ മതി. അപ്പൊ നമ്മള് IC എഞ്ചിന്റെ കാര്യം നിങ്ങൾക്ക് അറിയാം. അതിനകത്ത് പവർ സ്ട്രോക്ക് ഏതാണെന്ന് നിങ്ങൾക്ക് അറിയാം. അപ്പൊ പവർ സ്ട്രോക്കിനകത്ത് ബാലൻസ് വരുന്ന എനർജി ഉപയോഗിച്ചിട്ടാണ് ഒന്നാമത്തതും രണ്ടാമത്തതും മൂന്നാമത്തതുമായിട്ടുള്ള സൈക്കിൾസ് വർക്ക് ചെയ്തത്. അപ്പം എന്താണ് ഫ്ലൈ വീൽ എന്നുള്ളതാണ് നമ്മൾ പറയാൻ വരുന്നത്. ഫ്ലൈ വീൽ എന്ന് പറഞ്ഞാൽ ബേസിക്കലി ഒരു എനർജി സ്റ്റോറിംഗ് ഡിവൈസ് ആണ്. നമുക്ക് നോക്കാം. റൊട്ടേറ്റിംഗ് മെക്കാനിക്കൽ ഡിവൈസ് ആണ് യൂസ്ഡ് ടു സ്റ്റോർ റൊട്ടേഷണൽ എനർജി. നമ്മുടെ തയ്യൽ മെഷീനകത്ത് ഇരിക്കുന്ന ഫ്ലൈ വീൽ, ആ റൊട്ടേറ്റിംഗ് സ്ഥലം ഉണ്ടല്ലോ ഫ്ലൈ വീൽ, റൊട്ടേറ്റിംഗ് മെക്കാനിക്കൽ ഡിവൈസ് യൂസ്ഡ് ടു സ്റ്റോർ റൊട്ടേഷണൽ എനർജി. കറക്റ്റ് ആയിട്ട് ഓർത്ത് വെച്ചിരിക്കുക. ഇനി ഇത് എവിടെ കാണുമെന്ന് വെച്ചാൽ മോസ്റ്റ് ഓഫ് ദ മെഷീൻസിലെല്ലാം കാണപ്പെടുന്നതാണ്. നമ്മുടെ IC എഞ്ചിനിലുണ്ട്, നമ്മൾ ഡേ ടു ഡേ ലൈഫിൽ ഉപയോഗിക്കുന്ന സ്വിംഗ് മെഷീനിലുണ്ട്, ഒരുപാട് സ്ഥലങ്ങളിൽ ഫ്ലൈ വീൽ ഇരിപ്പുണ്ട്. നമുക്കറിയാം റൊട്ടേറ്റിംഗ് പാർട്ടായിട്ട് ഇരിക്കുന്ന ഫ്ലൈ വീൽ ഉണ്ട്. ആക്ട് ആസ് എ റിസർവോയർ ഓഫ് എനർജി. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പോയിന്റ് ആണ്. ഫ്ലൈ വീലിന്റെ ഫംഗ്ഷൻ എന്താണ്? ഫ്ലൈ വീലിന്റെ ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ ഫ്ലൈ വീൽ ആക്ടിങ് ആസ് എ റിസർവോയർ ഓഫ് എനർജി. അധികം വരുന്ന എനർജി സ്റ്റോർ ചെയ്ത് വെക്കും. വെറുതെ ഇങ്ങനെ വെച്ചുകൊണ്ടിരിക്കത്തില്ല. എനർജി ഡെഫിഷ്യന്റ് വരുന്ന അവസ്ഥയിൽ ഈ എനർജി അങ്ങോട്ട് സപ്ലൈ ചെയ്ത് കൊടുക്കും. അതിനു വേണ്ടിയിട്ടാണ് ഫ്ലൈ വീൽ വെച്ചിരിക്കുന്നത്. അപ്പം ആക്ട് ആസ് എ റിസർവോയർ ഓഫ് എനർജി വിച്ച് സ്റ്റോർസ് എനർജി ഡ്യൂറിംഗ് ദ പീരീഡ് when the supply of the energy is more than required. വേണ്ടതിൽ കൂടുതൽ എനർജി ഉള്ള സമയത്ത് ആ എനർജിയെ സ്റ്റോർ ചെയ്ത് വെക്കും. and releases the energy during the period when supply of energy is less than required. അതാണ് സ്റ്റോർ ചെയ്ത എനർജി എപ്പോഴാണ് റിലീസ് ചെയ്യുന്നത്? അത് നമുക്ക് എനർജി ആവശ്യത്തിലും കുറവ് വന്ന സമയത്ത്, നമുക്ക് ആവശ്യം ഇപ്പൊ 100 യൂണിറ്റ് എനർജിയാണ് ആവശ്യം, ഇപ്പൊ നമ്മുടെ 80 യൂണിറ്റേ ഉള്ളൂ, ബാക്കി 20 യൂണിറ്റ് എന്തോ ചെയ്യും? ഫ്ലൈ വീൽ സ്റ്റോർ ചെയ്തിരിക്കുന്ന എനർജി അങ്ങോട്ട് എടുത്ത് കൊടുക്കും. അതാണ് ഫ്ലൈ വീലിന്റെ ഫംഗ്ഷൻ എന്ന് പറയുന്നത്. സിംപ്ലി അത്രയാണ് ഫ്ലൈ വീലിന്റെ ഫംഗ്ഷൻ എന്ന് പറയുന്നത്. ഫ്ലൈ വീൽ ഇനിയുള്ള പോയിന്റ്സ് ഒക്കെ നമുക്ക് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളതാണ്. പഴയ MCQs എടുത്തിരിക്കുന്ന പോയിന്റ്സ് ഒക്കെയാണ്. ഫ്ലൈ വീൽ അബ്സോർബ് എനർജി. ഫ്ലൈ വീൽ എനർജി അബ്സോർബ് ചെയ്യുമ്പോൾ എന്താ അവസ്ഥ? അവിടുത്തെ സ്പീഡ് ഇൻക്രീസ് ചെയ്യും. ഓർത്തിരിക്കുക. when flywheel absorbs energy, its speed increases, and flywheel releases energy, speed decreases. ഒരു ഇമ്പോർട്ടന്റ് പോയിന്റ് ആണ്. ഫ്ലൈവീൽ എനർജി അബ്സോർബ് ചെയ്യുന്ന സമയത്ത് അതിന്റെ സ്പീഡ് ഇൻക്രീസ് ചെയ്യും. ഫ്ലൈവീൽ അതിന്റെ എനർജി റിലീസ് ചെയ്യുന്ന സമയത്ത് അതിന്റെ സ്പീഡ് ഡിക്രീസ് ചെയ്യും. ആ ഒരു പോയിന്റ് ഓർത്തിരിക്കുക. ഫ്ലൈവീൽ ഡസ് നോട്ട് മെയിൻറ്റെയിൻ കോൺസ്റ്റന്റ് സ്പീഡ്. സ്പീഡുമായിട്ടൊന്നും ഫ്ലൈവീലിന് യാതൊരു ബന്ധവുമില്ല. അല്ലെങ്കിൽ അത് സ്പീഡ് മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു ഉപകരണമേ അല്ല. അതിന്റെ ഉപയോഗം എന്ന് പറഞ്ഞാൽ എനർജി സ്റ്റോറേജ് ആണ്. നമുക്ക് വേണ്ടതിൽ കൂടുതൽ എനർജി വന്നു കഴിഞ്ഞാൽ അതിനെ സ്റ്റോർ ചെയ്ത് വെക്കുക. ഇറ്റ് സിംപ്ലി റെഡ്യൂസസ് ദ ഫ്ലക്ച്വേഷൻ ഓഫ് സ്പീഡ്. സ്പീഡിന്റെ ഫ്ലക്ച്വേഷൻസിനെ കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ് ഫ്ലൈവീൽ ഉപയോഗിക്കുന്നത്. അല്ലാതെ കോൺസ്റ്റന്റ് സ്പീഡ് മെയിൻറ്റെയിൻ ചെയ്ത് വെക്കാൻ വേണ്ടി ഒന്നുമല്ല. സിംപ്ലി റെഡ്യൂസസ് ദ ഫ്ലക്ച്വേഷൻ. എന്തോ ഈ ഫ്ലക്ച്വേഷൻ സ്പീഡ് എന്ന് പറയുന്നത്, എനർജി കൂടുന്ന സമയത്ത് അവിടെ സ്പീഡിന്റെ വ്യത്യാസം ഉണ്ടാവും. അപ്പൊ എനർജി കൂടുതൽ, അതായത് ആവശ്യമുള്ള എനർജി ഉപയോഗിച്ചിട്ട് ബാക്കി സ്റ്റോർ ചെയ്ത് വെച്ചിട്ട് ഇറ്റ് സിംപ്ലി റെഡ്യൂസസ് ദ ഫ്ലക്ച്വേഷൻ ഓഫ് സ്പീഡ്. ഇനി used to control the variation in speed due to fluctuation of turning moment during each cycle of operation. ഓരോ സൈക്കിൾ ഓഫ് ഓപ്പറേഷനിലും നമുക്ക്
ഈ ടേണിംഗ് മൊമെന്റിനെ കൺട്രോൾ അല്ലെങ്കിൽ അതിന്റെ ആവശ്യത്തിന് വേണ്ട മാത്രം ടോർഷൻ കൊടുക്കാം. അതുകൊണ്ട് ജസ്റ്റ് ആ ഒരു പോയിന്റ് ജസ്റ്റ് പറഞ്ഞു മാത്രമേ ഉള്ളൂ. ഈ ഒരു ഫസ്റ്റ് പോയിന്റ് ഇമ്പോർട്ടന്റ് ആണ്, സെക്കൻഡ് പോയിന്റ് ഇമ്പോർട്ടന്റ് ആണ്. കറക്റ്റ് ആയിട്ട് മനസ്സിലാക്കി വെച്ചേക്കുക. ഇനി ഫ്ലൈ വീലോട് ബന്ധപ്പെട്ട അടുത്ത് അറിയേണ്ട ഒരു കാര്യം, ടേണിംഗ് മൊമെന്റ് ഡയഗ്രം എന്ന് പറഞ്ഞാൽ എന്താണ്? ടേണിംഗ് മൊമെന്റ് ഡയഗ്രത്തിന്റെ പടം അല്ലെങ്കിൽ പടം തന്നിട്ട് അതിനകത്ത് നിന്ന് ഏരിയ കാൽക്കുലേറ്റ് ചെയ്ത് എനർജി എടുക്കുന്ന ഒരു പ്രോബ്ലം നമ്മൾ പണ്ട് ബിടെക്കിന് പഠിക്കുമായിരുന്നു. ഇതൊന്നും നമുക്ക് ഇവിടെ വേണ്ട. നമുക്ക് എന്താണ് ടേണിംഗ് മൊമെന്റ് ഡയഗ്രം എന്ന് അറിഞ്ഞിരിക്കണം. അത് ഉറപ്പായിട്ട് അറിഞ്ഞിരിക്കണം. അതിനകത്ത് പിന്നെ മാറ്റമൊന്നുമില്ല. ടേണിംഗ് മൊമെന്റ് ഡയഗ്രം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്സ് ആക്സിൽ ക്രാങ്ക് ആംഗിളും വൈ ആക്സിലെ ടേണിംഗ് മൊമെന്റും ചേർത്ത് വരയ്ക്കുന്ന ഫിഗറിനെയാണ് അല്ലെങ്കിൽ ഗ്രാഫിക്കൽ റെപ്രസെന്റേഷനെയാണ് നമ്മൾ ടേണിംഗ് മൊമെന്റ് ഡയഗ്രം എന്ന് വിളിക്കുന്നത്. അപ്പൊ ഇതാണ് ടേണിംഗ് മൊമെന്റ് ഡയഗ്രം. അതിന്റെ സെന്ററിൽ നമുക്ക് വേണ്ട എനർജി അല്ലെങ്കിൽ മീൻ എനർജിയുടെ ലൈൻ ആണ് സെന്ററിൽ കാണുന്നതെന്ന് കരുതുക. അപ്പൊ ഇവിടെ വരെയുള്ള ഇത്രയാണ് മീൻ എനർജി നമുക്ക് വേണ്ടത്. ചില സമയത്ത് എനർജി കൂടുതലായിരിക്കും, കണ്ടോ, ആ കർവിന്റെ മുകളിൽ പോകും, വേണ്ടതിലും കൂടുതൽ. ചില സമയത്ത് എനർജി കുറവായിരിക്കും, കണ്ടോ, വേണ്ടതിലും താഴെ. അപ്പൊ ഇങ്ങനെ വരയ്ക്കുന്ന ഒരു ഫിഗർ ആണ് അല്ലെങ്കിൽ ഗ്രാഫിക്കൽ റെപ്രസെന്റേഷൻ ആണ് ടേണിംഗ് മൊമെന്റ് ഡയഗ്രം എന്ന് പറയുന്നത്. നോൺ ആസ് ക്രാങ്ക് എഫോർട്ട് ഡയഗ്രാം, അറിയപ്പെടുന്ന പേര് ക്രാങ്ക് എഫോർട്ട് ഡയഗ്രാം എന്നാണ് അറിയപ്പെടുന്ന പേര്. ഇറ്റ്സ് എ ഗ്രാഫിക്കൽ റെപ്രസെന്റേഷൻ ഓഫ് ദ ടേണിംഗ് മൊമെന്റ് ഓർ ക്രാങ്ക് എഫോർട്ട് ഫോർ വേരിയസ് പൊസിഷൻ ഓഫ് ദ ക്രാങ്ക്. ക്രാങ്കിന്റെ ഓരോ മൂവ്മെന്റിലും 30 ഡിഗ്രി മൂവ് ചെയ്തു, 60 ഡിഗ്രി മൂവ് ചെയ്തു, 90 ഡിഗ്രി മൂവ് ചെയ്തു, അങ്ങനെ ഓരോ മൂവ്മെന്റിലും ക്രാങ്കിന്റെ ഓരോ മൂവ്മെന്റിലും ഉണ്ടാവുന്ന ടേണിംഗ് മൊമെന്റ് അല്ലെങ്കിൽ ക്രാങ്ക് എഫോർട്ടുമായിട്ട് ചേർത്ത് വരയ്ക്കുന്ന ഫിഗർ ഗ്രാഫിക്കൽ റെപ്രസെന്റേഷൻ ആണ് ടേണിംഗ് മൊമെന്റ് ഡയഗ്രം എന്ന് പറയുന്നത്. അപ്പൊ അവിടെ നിന്ന് ക്വസ്റ്റ്യൻ പ്രതീക്ഷിക്കേണ്ടത് ടേണിംഗ് മൊമെന്റ് ഡയഗ്രം എന്ന് പറയുന്നത് എക്സിലും വൈയിലും എന്തിന് അഗൈൻസ്റ്റ് ആയിട്ട് വരയ്ക്കുന്ന ഗ്രാഫിക്കൽ റെപ്രസെന്റേഷൻ ആണെന്ന് ചോദിക്കാം. ഓർത്തിരിക്കുക, അല്ലാതെ വലിയ പ്രോബ്ലം ഒന്നും അവിടെ നിന്ന് ഡെൽറ്റ ഇ അതായത് ചേഞ്ച് ഇൻ എനർജി കണ്ടുപിടിക്കുന്ന പ്രോബ്ലം ആണ് പണ്ട് ബിടെക് നമ്മൾ ചെയ്തുകൊണ്ടിരുന്നത്. അതൊന്നും ഇവിടെ ചോദിക്കാൻ ചാൻസ് ഇല്ല. അപ്പൊ ടേണിംഗ് മൊമെന്റ് ഡയഗ്രം എന്താണെന്ന് കറക്റ്റ് ആയിട്ട് മനസ്സിലാക്കി വെക്കുക. ഏരിയ എബോവ് ദ മീൻ ലൈൻ ഈക്വൽ ടു ഏരിയ ബിലോ ദ മീൻ ലൈൻ. ഇപ്പൊ ഇത് നടുക്ക് കാണുന്ന ഇതാണ് മീൻ ലൈൻ എന്ന് പറയുന്നത്. അതിന്റെ മുകളിലുള്ള ഏരിയ ഉണ്ടല്ലോ, അതിന്റെ മുകളിലുള്ള ഏരിയയും അതിന്റെ താഴെയുള്ള ഏരിയയും എപ്പോഴും സെയിം ആയിരിക്കണം എന്നാണ് അതിന്റെ കൺസെപ്റ്റ്. അപ്പൊ അത് സോൾവിങ്ങിലോട്ട് നമുക്ക് പോകണ്ട. ടേണിംഗ് മൊമെന്റ് ഡയഗ്രം എന്ന് പറഞ്ഞാൽ എന്താണ് എന്ന് കറക്റ്റ് മനസ്സിലാക്കി വെച്ചേക്കുക. അറിയപ്പെടുന്ന പേര് ക്രാങ്ക് എഫോർട്ട് ഡയഗ്രം എന്നാണ്. ഒരു ഗ്രാഫിക്കൽ റെപ്രസെന്റേഷൻ ആണ് ടേണിംഗ് മൊമെന്റ് ഓർ ക്രാങ്ക് എഫോർട്ട് ഫോർ വേരിയസ് പൊസിഷൻ ഓഫ് ദ ക്രാങ്ക്. കറക്റ്റ് ആയിട്ട് മനസ്സിലാക്കുക. എക്സിൽ എന്താണ്? എക്സില് അത് ക്രാങ്ക് ആംഗിൾ ആണ്, വൈയില് ടേണിംഗ് മൊമെന്റ് ആണ്. ഓരോ ഡിഗ്രിയിലും ആ ക്രാങ്ക് കറങ്ങുന്നതിനനുസരിച്ച് അവിടെ പ്രൊഡ്യൂസ് ചെയ്യുന്ന ടേണിംഗ് മൊമെന്റ് അത് വെച്ചിട്ട് ഗ്രാഫ് വരയ്ക്കും. ഇനി എന്താണ് മാക്സിമം ഫ്ലക്ച്വേഷൻ ഓഫ് സ്പീഡ് എന്ന് പറഞ്ഞാൽ? മാക്സിമം ഫ്ലക്ച്വേഷൻ ഓഫ് സ്പീഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊരു കാര്യം അറിയാം. ഈ ഇതിന്റെ സ്പീഡ്, മാക്സിമം സ്പീഡ് ഉണ്ടാവും. അതിനെ സപ്പോസ് n1 ആണ് മാക്സിമം സ്പീഡ് എന്ന് കരുതുക. മിനിമം സ്പീഡ് എന്ന് പറഞ്ഞാൽ n2 ആണെന്ന് കരുതുക. അങ്ങനെയാണെങ്കിൽ മാക്സിമം ഫ്ലക്ച്വേഷൻ, വേരിയേഷൻ ആണ് ഫ്ലക്ച്വേഷൻ എന്ന് പറയുന്നത്. ഫ്ലക്ച്വേഷൻ കാണാൻ വേണ്ടി എന്തായിരിക്കും? n1 മൈനസ് n2. ഇത്രയേ ഉള്ളൂ മാക്സിമം ഫ്ലക്ച്വേഷൻ സ്പീഡ്. ഡിഫറൻസ് ബിറ്റ്വീൻ മാക്സിമം സ്പീഡ് ആൻഡ് മിനിമം സ്പീഡ്. മാക്സിമം സ്പീഡിന്റെയും മിനിമം സ്പീഡിന്റെയും ഡിഫറൻസിന് പറയുന്ന പേരാണ് മാക്സിമം ഫ്ലക്ച്വേഷൻ ഓഫ് സ്പീഡ് എന്ന് പറയുന്നത്. n1 മൈനസ് n2 എന്നാണ് അതിന്റെ ഫോർമുല വരുന്നത്. മാക്സിമം ഫ്ലക്ച്വേഷൻ ഓഫ് സ്പീഡ്, ഡിഫറൻസ് ബിറ്റ്വീൻ മാക്സിമം സ്പീഡ് ആൻഡ് മിനിമം സ്പീഡ് ഡ്യൂറിംഗ് ഓപ്പറേഷൻ. ഇനി അടുത്ത ടൈം കോയിഫിഷ്യന്റ് ഓഫ് ഫ്ലക്ച്വേഷൻ ഓഫ് സ്പീഡ്. വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഇതെല്ലാം ക്വസ്റ്റ്യൻസ് വന്നിട്ടുള്ളതാണ്. തൊട്ട് മുന്നേ പറഞ്ഞ ഫ്ലക്ച്വേഷൻ ഓഫ് സ്പീഡ് വന്നിട്ടുണ്ട്, കോയിഫിഷ്യന്റ് ഓഫ് ഫ്ലക്ച്വേഷൻ ഓഫ് സ്പീഡ് വന്നിട്ടുണ്ട്, ഫ്ലക്ച്വേഷൻ ഓഫ് എനർജി വന്നിട്ടുണ്ട്, കോയിഫിഷ്യന്റ് ഓഫ് ഫ്ലക്ച്വേഷൻ ഓഫ് എനർജി വന്നിട്ടുണ്ട്. എല്ലാം ക്വസ്റ്റ്യൻ വന്നിട്ടുള്ളതാണ്. അപ്പൊ നമുക്ക് നോക്കാം. ആദ്യം പറഞ്ഞത് ഫ്ലക്ച്വേഷൻ സ്പീഡ് ആയിരുന്നു, n1 മൈനസ് n2 എന്ന് പറഞ്ഞു. ഇപ്പോൾ കോയിഫിഷ്യന്റ് ഓഫ് ഫ്ലക്ച്വേഷൻ ഓഫ് സ്പീഡ്. കോയിഫിഷ്യന്റ് എന്ന് പറയുമ്പോൾ അത് CS എന്ന ടൈമിലാണ് നോട്ട് ചെയ്യുന്നത്. റേഷ്യോ ഓഫ് മാക്സിമം ഫ്ലക്ച്വേഷൻ സ്പീഡ്. എന്തോ മാക്സിമം ഫ്ലക്ച്വേഷൻ സ്പീഡ് എന്ന് പറഞ്ഞാൽ അത് n1 മൈനസ് n2 ആണ്, ഡിവൈഡ് ബൈ മീൻ സ്പീഡ് അല്ലെങ്കിൽ റേഞ്ച് ഓഫ് സ്പീഡ് എന്ന് പറയും. എന്തോ ഈ മീൻ സ്പീഡ് എന്ന് പറഞ്ഞാൽ അത് n1 പ്ലസ് n2 ഡിവൈഡ് ബൈ 2. ഇതാണ് മീൻ സ്പീഡ് എന്ന് പറയുന്നത്. മീൻ സ്പീഡ് എന്ന് പറയുന്ന ഇതാണ്. അപ്പൊ ഇവിടെ താഴെ കൊണ്ടിട്ട് കൊടുത്തേ മാക്സിമം ഫ്ലക്ച്വേഷൻ സ്പീഡ് ഡിവൈഡ് ബൈ മീൻ സ്പീഡ്. മീൻ സ്പീഡ് എന്ന് പറയുമ്പോൾ n1 പ്ലസ് n2 ഡിവൈഡ് ബൈ 2 ആണ്. അത് മേളിൽ പോകുമ്പോഴത്തേക്ക് ഇമ്പോർട്ടന്റ് ഇക്വേഷൻ ആണ്. CS, കോയിഫിഷ്യന്റ് ഓഫ് ഫ്ലക്ച്വേഷൻ ഓഫ് സ്പീഡ്. CS is equal to n1 minus n2 divided by n. n എന്ന് പറയുന്നത് മീൻ സ്പീഡ് ആണ്, മീൻ സ്പീഡ്. ഇനി n1 minus n2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാക്സിമം ഫ്ലക്ച്വേഷൻ ഓഫ് സ്പീഡ് ആയിരിക്കും. വളരെ ഇമ്പോർട്ടന്റ് ആണ്.
വളരെ വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഈ താഴെ കിടന്ന 2 ആണ്, അത് കറക്റ്റ് എടുത്ത് മേളിൽ കൊണ്ടുപോയതാണ്. ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴത്തേക്ക് കറക്റ്റ് ആയിട്ട് മനസ്സിലാക്കി നോക്കുക എന്താണ് ഫ്ലക്ച്വേഷൻ ഓഫ് സ്പീഡ്. അത് n1 മൈനസ് n2 ആണ്. മാക്സിമം സ്പീഡ് മൈനസ് മിനിമം സ്പീഡ്. എന്താണ് കോഎഫിഷ്യന്റ് ഓഫ് ഫ്ലക്ച്വേഷൻ സ്പീഡ്? അത് ഈ മാക്സിമം ഫ്ലക്ച്വേഷൻ സ്പീഡ് ഉണ്ടല്ലോ, അതേ ഡിവൈഡ് ബൈ മീൻ സ്പീഡ്. മീൻ സ്പീഡ് കണ്ടുപിടിക്കുന്നത് എങ്ങനെയാ? n1 പ്ലസ് n2 ഡിവൈഡ് ബൈ 2. ഇത്രേ ഉള്ളൂ. ആ ഫോർമുല കറക്റ്റ് മനസ്സിലാക്കി വെക്കുക. ഇനി നമ്മൾ കൈനറ്റിക് എനർജിയുടെ കാര്യമാണ് പറയുന്നത്. കൈനറ്റിക് എനർജി, നമ്മൾ കൈനറ്റിക് എനർജി സാധാരണ കൈനറ്റിക് എനർജി സ്റ്റോർഡ് ഇൻ ഫ്ലൈവീൽ. ഫ്ലൈവീൽ കറങ്ങുന്ന സമയത്ത് ഉണ്ടാവുന്ന എനർജിയെ പറ്റിയാണ് പറയുന്നത്. അപ്പൊ നമ്മളൊരു കാര്യം ഓർത്തിരിക്കുക, സാധാരണ ഈ കൈനറ്റിക് എനർജി എന്ന് പറയുന്നത് ഹാഫ് mv² എന്നാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരുന്നത് സാധാരണ ഉള്ളത്. അപ്പൊ നമുക്കിവിടെ നോക്കാം, ഒരു ഫ്ലൈവീലിൽ എനർജി സ്റ്റോർ ചെയ്യുന്നത് എങ്ങനെയാണ്, അല്ലെങ്കിൽ അതിന്റെ വാല്യൂ എന്താണ്. അവിടെയും ഫ്ലൈവീൽ സ്റ്റോർ ചെയ്യുന്ന അല്ലെങ്കിൽ ഫ്ലൈവീൽ എനർജി എന്ന് പറയുന്നത് കൈനറ്റിക് എനർജിയാണ്. ഫ്ലൈവീൽ എനർജി കൈനറ്റിക് എനർജി തന്നെയാണ്. അപ്പം ആ കൈനറ്റിക് എനർജി പറയുമ്പോഴത്തേക്ക് അവിടുത്തെ ഹാഫ് mv² ഒക്കെ ഉണ്ടല്ലോ, അതേപോലെ m എന്ന് പറയുന്നത് മാസ് ഓഫ് ദ ഫ്ലൈവീൽ ആയിരിക്കും. k എന്ന് പറയുന്നത് റേഡിയസ് ഓഫ് ഡയറക്ഷൻ ഓഫ് ദ ഫ്ലൈവീൽ ആയിരിക്കും. I എന്ന് പറയുന്നത് മാസ് മൊമെന്റ് ഓഫ് ഇനർഷ്യ എന്നായിരിക്കും. I എന്ന് പറയുന്നത് MOI മാസ് മൊമെന്റ് ഓഫ് ഇനർഷ്യ. അതിനൊരു ഇക്വേഷൻ ഉള്ളത് mk² എന്നൊരു ഇക്വേഷൻ നമ്മൾ പഠിക്കുന്നതാണ്. സെന്റിമീറ്റർ റേസ്റ്റ് 4 എന്നൊക്കെ പഠിക്കുന്നത് mk². mk² വരുമ്പോഴത്തേക്ക് അത് കിലോഗ്രാം മീറ്റർ² എന്നല്ലേ വരുന്നേ. അപ്പൊ അവിടെ നിൽക്കട്ടെ. അപ്പം I എന്ന് പറയുന്നത് മൊമെന്റ് ഓഫ് ഇനർഷ്യ ആണെന്ന് ഓർത്തിരിക്കുക, മാസ് മൊമെന്റ് ഓഫ് ഇനർഷ്യ. എങ്കിൽ കൈനറ്റിക് എനർജി ഓഫ് ഫ്ലൈവീൽ, എനർജി സ്റ്റോർ ഇൻ ഫ്ലൈവീൽ എന്ന് പറഞ്ഞാൽ ഇൻ ദ ഫോം ഓഫ് കൈനറ്റിക് എനർജി ആയിരിക്കും. അപ്പൊ കൈനറ്റിക് എനർജിയുടെ ഫോർമുല, കൈനറ്റിക് എനർജി എന്ന് പറയുന്നത് ഹാഫ് ഇൻറ്റു ഫ്ലൈവീൽ വരുമ്പോഴത്തേക്ക് I ഇൻറ്റു ω². ഇതാണ് കൈനറ്റിക് എനർജിയുടെ. കൈനറ്റിക് എനർജി സ്റ്റോർഡ് ഇൻ ഫ്ലൈവീൽ വളരെ വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഇപ്പൊ നമ്മൾ പ്രോബ്ലം ചെയ്തു തുടങ്ങും. പ്രോബ്ലം ചെയ്യുമ്പോഴത്തേക്ക് ഇക്വേഷൻ വേണം. ദാറ്റ് ഈസ് ഈക്വൽ ടു ഹാഫ് ഇൻറ്റു I എന്ന് പറഞ്ഞാൽ I ഈക്വൽ ടു mk² ആണ്. mk² ഇൻറ്റു ω². വളരെ ഇമ്പോർട്ടന്റ് ആണ്. കൈനറ്റിക് എനർജി എന്ന് പറയുന്നത് ഹാഫ് mk² ω² ആണ്, അല്ലെങ്കിൽ ഹാഫ് ഇൻറ്റു I ω² ആണെന്ന് ഓർത്തിരിക്കുക. ക്ലിയർ ആയിട്ട് ഓർക്കുക. ഇക്വേഷൻ വളരെ ഇമ്പോർട്ടന്റ് ആണ്. പ്രോബ്ലംസ് ചോദിച്ചിട്ടുണ്ട്. എവിടെ മുതൽ എവിടെ വരാന്നറിയാവോ? കേരള PSC ചോദിച്ചിട്ടുണ്ട്, അതുപോലെ തന്നെ SSCJ ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്, ഗേറ്റ് എക്സാമിന് ചോദിച്ചിട്ടുണ്ട്, IASന്റെ പ്രിലിംസിന് ചോദിച്ചിട്ടുണ്ട്, ഫ്ലൈവീൽ നിന്ന് പ്രോബ്ലം ചോദിച്ചിട്ടുണ്ട്. അതിന്റെ ഫോർമുലയാണ് ഈ കിടക്കുന്നത്. എനർജി സ്റ്റോർഡ് ഇൻ ഫ്ലൈവീലിന്റെ ഫോർമുല E ഈസ് ഈക്വൽ ടു ഹാഫ് I ω², where I is called mass moment of inertia, അല്ലെങ്കിൽ mk² നമുക്ക് പറയാൻ പറ്റും. അപ്പൊ ഈ ഇക്വേഷൻ നോക്കി വെച്ചേക്കണേ, നമുക്ക് വേണ്ടതാണ്. അപ്പൊ എനർജി സ്റ്റോർഡ് ഇൻ ഫ്ലൈവീൽ എന്ന് പറയുന്നത് ഇൻ ദ ഫോം ഓഫ് കൈനറ്റിക് എനർജി ആണ് നമുക്ക് പറഞ്ഞു കഴിഞ്ഞു. കൈനറ്റിക് എനർജി ഓഫ് ദ ഫ്ലൈവീൽ ആണ് E is equal to ഹാഫ് I ω². ഇനി ഇവിടെയും നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഫ്ലക്ച്വേഷൻ ഓഫ് എനർജി ഉണ്ട്. ഫ്ലക്ച്വേഷൻ ഓഫ് എനർജി എന്ന് പറയുമ്പോൾ ഇത്രയേ ഉള്ളൂ, മാക്സിമം കൈനറ്റിക് എനർജി മൈനസ് മിനിമം കൈനറ്റിക് എനർജി. മാക്സിമവും മിനിമവും തമ്മിലുള്ള ഡിഫറൻസ്. മാക്സിമം കൈനറ്റിക് എനർജി എന്ന് പറയുമ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ തൊട്ടു മുന്നേ പറഞ്ഞല്ലോ, ഹാഫ് ഇൻറ്റു I മാക്സിമം സ്ക്വയർ എന്ന് വരും, മൈനസ് 1/2 ഇൻറ്റു I മിനിമം. അപ്പൊ മിനിമത്തിന്റെയും മാക്സിമത്തിന്റെയും ഡിഫറൻസ് ആണ്. അത് ചെയ്ത് വരുമ്പോഴത്തേക്ക് I ω² ഇൻറ്റു CS എന്ന് വരും. ഡെൽറ്റ E കണ്ടുപിടിക്കുന്ന ഫോർമുല, മാക്സിമം ഫ്ലക്ച്വേഷൻ ഓഫ് സ്പീഡ് എന്ന് പറയുന്ന ഡെൽറ്റ E കണ്ടുപിടിക്കുന്ന ഫോർമുലയാണ് ഇപ്പൊ നിങ്ങൾ കാണുന്നത്. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് നിങ്ങൾ നോക്കി വെക്കേണ്ട കാര്യമാണ് മാക്സിമം ഫ്ലക്ച്വേഷൻ ഓഫ് എനർജി എന്ന് പറയുന്ന ഫോർമുല. അത് എങ്ങനെയാ വന്നതെന്ന് സംശയം ഉണ്ടെങ്കിൽ നമുക്കൊന്ന് ചെയ്തു നോക്കാം. അത് എങ്ങനെ ഇക്വേഷൻ വന്നെന്നുള്ള കാര്യം. ഇക്വേഷൻ വന്ന് ഓൾറെഡി പറഞ്ഞു, നമ്മൾ കൈനറ്റിക് എനർജി പഠിച്ചവരാണ്. കൈനറ്റിക് എനർജി എന്ന് പറയുമ്പോൾ E ഈസ് ഈക്വൽ ടു എന്ത് വരുന്നത്, ഹാഫ് ഇൻറ്റു I ω² എന്നാണ് പഠിച്ചത്. അപ്പൊ ഇവിടെ മാക്സിമം ഉണ്ട് മിനിമം ഉണ്ട്. അതുകൊണ്ട് ഞാൻ ഇവിടെ ഡെൽറ്റ E എന്ന് പറയുന്ന മാക്സിമം ഫ്ലക്ച്വേഷൻ ഡെൽറ്റ E എന്ന് പറയുന്നത് മിനിമം കൈനറ്റിക് എനർജി മൈനസ് മാക്സിമം കൈനറ്റിക് എനർജി എന്നുള്ള ഫോർമുലയിലോട്ട് പോയി. ഒരെണ്ണം മിനിമം ഒരെണ്ണം മാക്സിമം ആണെന്ന് പറഞ്ഞു. ഇനി എന്താ ഇവിടെ നമുക്ക് കോമൺ എടുക്കാൻ പറ്റുമല്ലോ, രണ്ടിടത്തു നിന്നും ഒരു I/2 കോമൺ എടുത്തുകൂടായോ? ബാക്കി വരുന്നത് ω1² മൈനസ് ω2² എടുത്തുകൂടായോ? A² മൈനസ് B² എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? A+B ഇൻറ്റു A മൈനസ് B എന്നൊരു ഫോർമുല ഉണ്ടല്ലോ, അതേപോലെ ഒന്ന് സോൾവ് ആക്കി നോക്കിയേ. I/2 ഇൻറ്റു എങ്ങനെ വരുന്നേ പോരട്ടെ, ω1 മൈനസ് ω2 ഇൻറ്റു ω1 പ്ലസ് ω2 കൊടുക്കാൻ പറ്റത്തില്ലയോ? റെസ്പോണ്ട് ചെയ്തേ, ഓക്കെ ഇല്ലയോ? ω1 മൈനസ് ω2 എന്ന് പറയുന്ന ഇതും ω1 പ്ലസ് ω2 ഇപ്പൊ ഈ ഒരു ഫോർമുലയിലോട്ട് മാറി. ഇനി എങ്ങനെ ചെയ്യാൻ പറ്റും നമുക്ക് അവിടെ?
നിങ്ങൾ നോക്കിയേ, ഈ ω1 മൈനസ് ω1 പ്ലസ് ω2 ഡിവൈഡ് ബൈ 2 എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? മീൻ സ്പീഡ് ആയിരിക്കും. നമ്മൾ നേരത്തെ n1 പ്ലസ് n2 ഡിവൈഡ് ബൈ 2 എന്ന് പറഞ്ഞില്ലയോ? അതേപോലെ തന്നെ എന്നിന്റെ ടൈം ആകുമ്പോൾ RPM വരും, വരുമ്പോൾ റേഡിയൻസ് പെർ സെക്കൻഡ് വരുന്ന വ്യത്യാസമുണ്ട്. രണ്ടും സ്പീഡിന്റെ ആള് തന്നെയാണ്. രണ്ട് യൂണിറ്റ്, രണ്ട് ഡിഫറെന്റ് ടേംസ് ആണെങ്കിലും രണ്ടും സ്പീഡിനെ ഡിനോട്ട് ചെയ്യുന്നതാണ്. അപ്പൊ അവിടെ നമ്മൾ ആ ഇക്വേഷൻ ഒന്ന് നോക്കിക്കൊടുത്തേ. ഇക്വേഷൻ ബൈ 2 വരുമ്പോഴത്തേക്ക് ഇവിടെ ഒരു ബൈ 2 കിടപ്പുണ്ടല്ലോ. അപ്പൊ ഞാൻ അത് മാറി I ഇൻറ്റു ω1 മൈനസ് ω2 എന്ന് വന്നു. ഈ ω1 പ്ലസ് ω2 ഡിവൈഡ് ബൈ 2 എന്ന് പറയുന്നത് മീനായി മാറി, മീൻ സ്പീഡ് ആയിട്ട് മാറി. ഓക്കെ ആണോ? അത്രയും ഓക്കെ ആണല്ലോ. അപ്പൊ ω1 കിട്ടിയല്ലോ, ω1 പ്ലസ് ω2 സോൾവ് ചെയ്ത് നമ്മൾ വന്നാൽ മതി. ഇനി CS ന്റെ ഫോർമുലോട്ട് കൊണ്ടുവരണം. CS എങ്ങനെയാ വരുന്നത് നോക്കുക. CS ലോട്ട് വരിക. CS എന്ന് പറയുമ്പോൾ എന്തായിരിക്കും? തൊട്ട് മുന്നേ പറഞ്ഞ കോഎഫിഷ്യന്റ് ഓഫ് ഫ്ലക്ച്വേഷൻ ഓഫ് സ്പീഡ് CS എന്ന് പറയും. ആ CS ന്റെ ടൈമിലോട്ട് കൊണ്ടുവരുമ്പോഴത്തേക്ക് നമുക്ക് അവിടുന്ന് ആൻസർ കിട്ടും. ഒന്ന് ചെയ്തെടുക്കാൻ പറ്റുമോ നോക്കി. ഇന്നലെ വാക്യം ചെയ്തെടുക്കാൻ പറ്റുമോ നോക്കി. 1/2 ഇൻറ്റു ഡെറിവേഷൻ ഇത് വേണ്ട നമ്മൾ, പക്ഷേ ഡെറിവേഷൻ എങ്ങനെ വന്നു എന്ന് നിങ്ങളൊന്ന് മനസ്സിലാക്കി വെച്ചാൽ മതി. ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കി. ഇത്ര ഞാൻ പറഞ്ഞു, I ഇൻറ്റു ω1 മൈനസ് ω2 ഇൻറ്റു ω എന്ന് പറയുന്ന ഫോർമുല ഇട്ട് കൊടുത്തപ്പോൾ അവിടെ വരെ വന്നു. ഓക്കെ ആണ്. CS ന്റെ ടൈമിലോട്ട് മാറ്റി കൊടുത്താൽ മതി. മാറ്റി കൊടുത്തു കഴിയുമ്പോഴത്തേക്ക് I ω CS ഇൻറ്റു ω എന്ന് വരും. അങ്ങനെ വരുമ്പോഴത്തേക്ക് I ω² CS എന്ന് വരും. ഓക്കെ ആണല്ലോ. അത് കറക്റ്റ് ആയിട്ട് നോക്കി വെച്ചേക്കുക. നമുക്ക് അവിടുത്തെ ഇക്വേഷൻ വേറെ ഒന്നും കിട്ടിയില്ലെങ്കിലും ആ ഇക്വേഷൻ I ω² CS എന്ന് പറയുന്ന ഇക്വേഷൻ നമുക്ക് കറക്റ്റ് ആയിട്ട് വേണ്ടതാണ്. ഇവിടുന്ന് പ്രോബ്ലംസ് ചോദിക്കുന്നതാണ്. അപ്പം നമ്മൾ അടുത്തായിട്ട് പ്രോബ്ലത്തിലോട്ടാണ് പോകുന്നത്. നമുക്ക് പ്രോബ്ലത്തിലോട്ട് പോകുമ്പോഴത്തേക്ക് അതിന്റെ കറക്റ്റ് എങ്ങനെയാണ് വന്നതെന്നുള്ള ആപ്ലിക്കേഷൻ കറക്റ്റ് ആയിട്ട് നമുക്ക് കിട്ടും. ഏതൊക്കെ ക്വസ്റ്റ്യൻസ് ആണ് വന്നത്, സ്ഥിരമായിട്ട് ചോദിക്കുന്ന കുറെ ക്വസ്റ്റ്യൻസ് ഉണ്ട് ഈ ഒരു മേഖലയിൽ. നമുക്കത് നോക്കാം. അപ്പം ഈ ഒരു ഇക്വേഷൻ കറക്റ്റ് ആയിട്ട് കൊടുത്തിരിക്കുക. മാക്സിമം കൈനറ്റിക് എനർജി മൈനസ് മിനിമം കൈനറ്റിക് എനർജി. നേരത്തെ സ്പീഡ് പറഞ്ഞല്ലോ, മാക്സിമം സ്പീഡ് മൈനസ് മിനിമം സ്പീഡ് എന്ന് പറയുന്ന ഒരു ഫോർമുല പറഞ്ഞില്ലയോ? അതേപോലെ തന്നെയാണ് ഇവിടെ വരുന്നത്. കൈനറ്റിക് എനർജി ടൈമിലോട്ട് മാറുന്ന ഒരു കാര്യം മാത്രമേ ഉള്ളൂ. ഓക്കെ, എങ്കിൽ അടുത്ത ഇതുമായിട്ട് ബന്ധപ്പെട്ട ടൈം എന്ന് പറയുന്നത് കോഎഫിഷ്യന്റ് ഓഫ് സ്റ്റഡിനെസ്. അത് ഒരു തവണ ഈ തോന്നുന്നു IAS ന്റെ പ്രിലിംസിന്റെ ക്വസ്റ്റ്യൻസിൽ ഉള്ളതാണ്. കോഎഫിഷ്യന്റ് ഓഫ് സ്റ്റഡിനെസ് എന്ന് പറഞ്ഞാൽ എന്താണ്? വേറൊന്നുമല്ല, റെസിപ്രോക്കൽ ഓഫ് കോഎഫിഷ്യന്റ് ഓഫ് ഫ്ലക്ച്വേഷൻ ഓഫ് സ്പീഡ്. സ്പീഡിന്റെ റെസിപ്രോക്കൽ ആണ്. കോഎഫിഷ്യന്റ് ഓഫ് ഫ്ലക്ച്വേഷൻ ഓഫ് സ്പീഡിന്റെ റെസിപ്രോക്കൽ ആണ്. CS എന്ന് പറഞ്ഞില്ലയോ, E ഉണ്ട്, അത് കോഎഫിഷ്യന്റ് ഓഫ് ഫ്ലക്ച്വേഷൻ ഓഫ് എനർജി ആണ്. CS എന്ന് പറയുമ്പോൾ കോഎഫിഷ്യന്റ് ഓഫ് ഫ്ലക്ച്വേഷൻ ഓഫ് സ്പീഡ് ആണ്. അതിന്റെ റെസിപ്രോക്കൽ എന്ന് പറയുന്ന പേരാണ് കോഎഫിഷ്യന്റ് ഓഫ് സ്റ്റഡിനെസ് എന്ന് പറയും. ഓർത്ത് വെച്ചേക്കണം ആ പേര് കേട്ടോ. എങ്കിൽ ഇനി കമ്പാരിസൺ ബിറ്റ്വീൻ ഗവർണർ ആൻഡ് ഫ്ലൈവീൽ. ഫ്ലൈവീലിന്റെയും ഗവർണറിന്റെയും കമ്പാരിസൺ ആണ് നമ്മൾ പറയുന്നത്. ഫ്ലൈവീൽ എന്ന് പറഞ്ഞാൽ ഫ്ലൈവീലിന്റെ ഫംഗ്ഷൻ നിങ്ങൾക്ക് അറിയുന്ന പോലെ തന്നെ ടു കൺട്രോൾ ദ സ്പീഡ് വേരിയേഷൻ കോസ്ഡ് ബൈ ഫ്ലക്ച്വേഷൻ ഓഫ് എഞ്ചിൻ ടേണിംഗ് മൊമെന്റ് ഡ്യൂറിംഗ് സൈക്കിൾ. ഇവിടെ ഉണ്ടാവുന്നത് ഫ്ലൈവീലിന്റെ ഫംഗ്ഷൻ, ഫ്ലൈവീലുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ. അത് ടു കൺട്രോൾ ദ സ്പീഡ് വേരിയേഷൻ കോസ്ഡ് ബൈ ഫ്ലക്ച്വേഷൻ ഓഫ് എഞ്ചിന് കൊടുക്കുന്ന ഔട്ട്പുട്ട് ഉണ്ടല്ലോ, നമ്മൾ അങ്ങോട്ട് കൊടുക്കുന്ന ഇൻപുട്ട് ഉണ്ടല്ലോ നമ്മൾ കൊടുക്കുന്നത്, ആ എനർജിയിൽ ഒരുപാട് വേരിയേഷൻ വരുമ്പോഴത്തേക്ക് അവിടെ സ്പീഡ് വേരിയേഷൻ ഉണ്ടാവും. നമുക്ക് വേണ്ട മീൻ എനർജി ഉണ്ടല്ലോ, ആ മീൻ എനർജി മെയിൻറ്റെയിൻ ചെയ്തിട്ട് പോകാൻ വേണ്ടിയാണ് ഫ്ലൈവീല് സഹായിക്കുന്നത്. അപ്പം ഈ മീൻ ലൈനെക്കാട്ടിയും കൂടുതൽ എനർജി വന്നാൽ അതിനെ സ്റ്റോർ ചെയ്ത് മാറ്റും, കുറവ് വന്നാൽ സ്റ്റോർ ചെയ്ത ആളെ എടുത്ത് അങ്ങോട്ട് കൊടുക്കും. അതാണ് ഫ്ലൈവീലിന്റെ ഫംഗ്ഷൻ. ഇനി ഗവർണറിലോട്ട് പോയേ റെഗുലേറ്റ് മീൻ സ്പീഡ്. വണ്ടി കയറ്റം കയറുമ്പോഴുള്ള കഥ പറഞ്ഞിരുന്നു, വണ്ടി ഇറക്കം ഇറങ്ങുമ്പോഴുള്ള കഥ പറഞ്ഞു. എഞ്ചിനകത്ത് ലോഡ് കുറഞ്ഞു കഴിഞ്ഞാൽ സ്പീഡ് കൂടും. സ്പീഡ് കൂടി കഴിയുമ്പോഴത്തേക്ക് എന്താ സംഭവിക്കുന്നത്? ലീവ് താരും, ത്രോട്ടിൽ വാൾവ് അടയും, ഫ്യൂൽ സപ്ലൈ കുറയും. അപ്പൊ എഞ്ചിൻ പതിയെ നോർമൽ സ്പീഡിലോട്ട് വരും. ഇനി കയറ്റം കയറുന്ന സമയത്ത് എഞ്ചിനിലോട്ട് ലോഡ് കൂടുതലാണ്. എഞ്ചിൻ ലോഡ് കൂടുതലാണെന്നുണ്ടെങ്കിൽ എന്താ ചെയ്യുന്നത്? എഞ്ചിൻ ലോഡ് കൂടുതലാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ത്രോട്ടിൽ വാൾവ് ഓപ്പൺ ആക്കിയിട്ട് ഫ്യൂൽ സപ്ലൈ കൊടുക്കും. ദാറ്റ് മീൻസ് കൂടുതൽ ഫ്യൂൽ ബേൺ ചെയ്യുന്ന സമയമാകുമ്പോഴത്തേക്ക് ഇവിടെ സ്പീഡ് വീണ്ടും പഴയ പോലെ തിരിക്കും. അപ്പൊ ഗവർണറിന്റെ ഫംഗ്ഷൻ എന്താണ്? ഫ്ലൈവീലിന്റെ ഫംഗ്ഷൻ എന്താണ്? രണ്ടാമത്, മാത്തമാറ്റിക്കലി ഇറ്റ് കൺട്രോൾസ് d/dt ചേഞ്ച് വിത്ത് റെസ്പെക്ട് ടൈം ഇൻടു സ്പീഡ്. സ്പീഡിന്റെ d/dt ആണ് ഇവിടെ കൺട്രോൾ ചെയ്യുന്നത്. ഇവിടെ വരുമ്പോഴത്തേക്ക് സ്പീഡിന് മാത്രമേ വേരി ചെയ്യത്തുള്ളൂ, ഡെൽറ്റ n മാത്രമേ, അല്ലെങ്കിൽ സ്പീഡ് വേരിയേഷൻ മാത്രമേ ഉള്ളൂ. ഈ ഫ്ലൈവീൽ ആക്ട് ആസ് എ റിസർവോയർ. എങ്ങനെ റിസർവോയർ ആക്ട് ചെയ്യുന്നത്? അത് എനർജി എക്സ്ട്രാ വരുന്നത് സേവ് ചെയ്ത് വെക്കുക. It stores energy due to its mass moment of inertia and releases energy when required during a cycle. വേണ്ടപ്പോൾ കൊടുക്കും, അതേ ഉള്ളപ്പോൾ സ്റ്റോർ ചെയ്ത് വെക്കും. ഇവിടെ അങ്ങനെയൊന്നുമില്ല. ഗവർണർ റെഗുലേറ്റ്സ് സ്പീഡ് ബൈ റെഗുലേറ്റിംഗ് ദ ക്വാണ്ടിറ്റി ഓഫ്
ചാർജ് അല്ലെങ്കിൽ ഫ്യൂൽ ആണ് ഓർത്തിരിക്കുക. ഇറ്റ് റെഗുലേറ്റ് സ്പീഡ് ഇൻ ഓൺലി വൺ സൈക്കിൾ. ഫ്ലൈവീൽ ഓരോ സൈക്കിളുള്ളതാണ്, പക്ഷെ ഇവിടെ വരുമ്പോഴത്തേക്കോ ഒരു സമയം, ആ സമയത്തിനനുസരിച്ചായിരിക്കും നമ്മുടെ ഗവർണർ വർക്ക് ചെയ്യുന്നത്. ഫ്ലൈവീൽ ഹാസ് നോ കൺട്രോൾ ഓവർ ദ സപ്ലൈ ഓഫ് ഫ്യൂൽ. ഫ്ലൈവീലിന് ഫ്യൂൽ സപ്ലൈ ആയിട്ട് യാതൊരു ബന്ധവുമില്ല. എനർജി സ്റ്റോർ ചെയ്യുക, വേണ്ടാമോ വിട്ടു കൊടുക്കുക, ആ ഒരു ഫംഗ്ഷൻ മാത്രമേ ചെയ്യുന്നുള്ളൂ. പക്ഷെ ഗവർണറിനകത്ത് ഫ്യൂൽ സപ്ലൈ ഒരു ഘടകം തന്നെയാണ്. ഇറ്റ് ഈസ് നോട്ട് ആൻ എസെൻഷ്യൽ എലമെന്റ് ഓഫ് എവരി പ്രൈം മൂവർ. ഇറ്റ് ഈസ് യൂസ്ഡ് വെൻ ദേർ ആർ അൺഡിസറബിൾ സൈക്ലിംഗ് ഫ്ലക്ച്വേഷൻസ്. അതായത് എല്ലായിടവും ഉപയോഗിക്കുന്നില്ല, പക്ഷെ എനർജി നമുക്കൊരു 100 യൂണിറ്റ് എനർജിയാണ് വേണ്ടത്, പക്ഷെ ഇടയ്ക്കിടയ്ക്ക് 110 യൂണിറ്റ് ഉണ്ടായിക്കൊണ്ടിരിക്കും, അല്ലെ ഇടയ്ക്കിടയ്ക്ക് 80 പോയിക്കൊണ്ടിരിക്കും, ഇടയ്ക്കിടയ്ക്ക് 120 പോയിക്കൊണ്ടിരിക്കും. ആ എനർജിയും കൂടിയും കുറയും ചെയ്തുകൊണ്ടിരിക്കും. അപ്പൊ നമ്മൾ അവിടെ ഒരു ഫ്ലൈവീൽ ഉപയോഗിക്കണം. എന്തിനാണെന്നറിയോ? ആ 100 കൂടുതൽ വരുമ്പോഴത്തേക്കുള്ള എനർജി അങ്ങ് സ്റ്റോർ ചെയ്ത് വെക്കുക, 80 വരുമ്പോഴത്തേക്ക് എടുത്ത് അങ്ങോട്ട് കൊടുക്കുക. അങ്ങനെയുള്ള അവസരത്താണ് നമ്മൾ ഫ്ലൈവീൽ ഉപയോഗിക്കുന്നത്. ഗവർണറിനകത്ത് അങ്ങനെയൊന്നുമല്ല. ഇറ്റ്സ് ആൻ എസെൻഷ്യൽ എലമെന്റ് ഓഫ് പ്രൈം മൂവർ സിൻസ് വേരിയിങ് ഡിമാൻഡ് ഓഫ് പവർ ഈസ് മെറ്റ് ബൈ ഇറ്റ്. ഗവർണർ എന്ന് പറഞ്ഞാൽ എന്താണ്, ഫ്ലൈവീൽ എന്ന് പറഞ്ഞാൽ എന്താണെന്നുള്ള ഒരു ഡിഫറൻസിയേഷൻ ഒന്ന് ഓർത്ത് വെച്ചേക്കുക. ഇത്രയും കാര്യങ്ങളെ നമുക്ക് ഫ്ലൈവീലിൽ നിന്നുള്ളൂ. ഫ്ലൈവീലിനകത്ത് ഒന്നുകൂടെ ഞാൻ ഓടിച്ചു പറയുവാണ്. ഫ്ലൈവീലിന്റെ സിലബസ് നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഫ്ലൈവീൽ കമ്പാരിസൺ വിത്ത് ഗവർണർ, കോഎഫിഷ്യന്റ് ഓഫ് ഫ്ലക്ച്വേഷൻ ഓഫ് സ്പീഡ്, ഫ്ലക്ച്വേഷൻ ഓഫ് എനർജി, മാക്സിമം ഫ്ലക്ച്വേഷൻ ഓഫ് എനർജി, കോഎഫിഷ്യന്റ് ഓഫ് ഫ്ലക്ച്വേഷൻ ഓഫ് എനർജി, ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് അവിടെ വേണ്ടത്. ഫ്ലൈവീൽ എന്ന് പറഞ്ഞാൽ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു, എനർജി സ്റ്റോർ ചെയ്യുന്ന ഡിവൈസ് ആണ്, എക്സസ് എനർജി സ്റ്റോർ ചെയ്യാൻ വേണ്ടി വെക്കുന്ന ഡിവൈസ് ആണെന്ന് പറഞ്ഞു കഴിഞ്ഞു. അത് നമുക്ക് വേണ്ട സമയത്ത് ആ എക്സസ് ആയിട്ട് ചെയ്യുന്ന അല്ലെ സ്റ്റോർ ചെയ്യുന്നതിനടുത്ത് നമ്മൾ കൊണ്ട് സപ്ലൈ ചെയ്ത് കൊടുക്കും. ഇനി അതിന്റെ കാര്യങ്ങളൊക്കെ തന്നെയാണ് പറഞ്ഞത്. അടുത്തത് ടേണിംഗ് മൊമെന്റ് ഡയഗ്രം എന്താണെന്ന് പറഞ്ഞു. ടേണിംഗ് മൊമെന്റ് ഡയഗ്രം എന്ന് പറഞ്ഞാൽ എക്സ് ആക്സിസ് ക്രാങ്ക് ആംഗിളും വൈ ആക്സിസിൽ ടേണിംഗ് മൊമെന്റിനും വെച്ച് വരയ്ക്കുന്ന ഒരു ഗ്രാഫിക്കൽ റെപ്രസെന്റേഷൻ ആണ്. അപ്പൊ അതിനകത്തൊരു മീൻ ലൈൻ ഉണ്ടാവും. ആ മീൻ ലൈനിന്റെ മുകളിലുള്ള ഏരിയയും താഴെയുള്ള ഏരിയയും സെയിം ആയിരിക്കും. ആ നടുക്ക് കാണുന്ന ലൈൻ പറയുന്നവരെ മീൻ ലൈൻ എന്നായിരിക്കും ഓർത്തിരിക്കുക. ഇനി ഇതുമായിട്ട് ബന്ധപ്പെട്ട് സ്പീഡുമായിട്ട് ബന്ധപ്പെട്ട് പറഞ്ഞു തുടങ്ങിയപ്പോഴത്തേക്ക് മാക്സിമം ഫ്ലക്ച്വേഷൻ ഓഫ് സ്പീഡ് പറഞ്ഞു. എന്തായി മാക്സിമം ഫ്ലക്ച്വേഷൻ സ്പീഡ് എന്ന് പറഞ്ഞാൽ മാക്സിമം സ്പീഡ് മൈനസ് മിനിമം സ്പീഡ്, അതിനെയാണ് നമ്മൾ മാക്സിമം ഫ്ലക്ച്വേഷൻ ഓഫ് സ്പീഡ് എന്ന് പറയുന്നത്, N1 മൈനസ് N2. ഇനി കോഎഫിഷ്യന്റ് ഓഫ് ഫ്ലക്ച്വേഷൻ ഓഫ് സ്പീഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേറൊന്നുമല്ല, ആ N1 മൈനസ് N2 ഉണ്ടല്ലോ, അതേ ഡിവൈഡ് ബൈ മീൻ സ്പീഡ്. മീൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ N1 പ്ലസ് N2 ഡിവൈഡ് ബൈ 2. അങ്ങനെയാണ് ഈ 2 കൂടെ മേളിൽ കയറുന്നത്, ഓർത്തിരിക്കുക. കോഎഫിഷ്യന്റ് ഓഫ് ഫ്ലക്ച്വേഷൻ സ്പീഡ്. ഇനി ഇതുപോലെ തന്നെ നമുക്ക് എനർജി സ്റ്റോർഡ് ഇൻ ഫ്ലൈവീൽ പറയാം. എനർജി സ്റ്റോർഡ് ഇൻ ഫ്ലൈവീൽ എന്ന് പറഞ്ഞാൽ വേറൊന്നുമല്ല, കൈനറ്റിക് എനർജി ആണ്. കൈനറ്റിക് എനർജി സ്റ്റോർഡിന്റെ ബോഡി ഹാഫ് എം വി സ്ക്വയർ പറയുന്ന പോലെ തന്നെ ഇവിടെ വരുമ്പോഴത്തേക്ക് ഹാഫ് ഇൻറ്റു ഐ ഒമേഗ സ്ക്വയർ എന്ന് പറയും. ഹാഫ് ഇൻറ്റു ഐ ഒമേഗ സ്ക്വയർ. ഐ എന്ന് പറഞ്ഞാൽ എം കെ സ്ക്വയർ ആണ്. അങ്ങനെ ആകുമ്പോഴത്തേക്കൂടെ ഒന്നുകിൽ ഹാഫ് ഐ ഒമേഗ സ്ക്വയർ എന്ന് പഠിക്കുക, അല്ലെങ്കിൽ ഹാഫ് ഇൻറ്റു എം കെ സ്ക്വയർ ഒമേഗ സ്ക്വയർ എന്ന് പഠിക്കുക. എന്തായാലും എനർജി സ്റ്റോർഡ് ഇൻ ഫ്ലൈവീൽ എന്ന് പറഞ്ഞാൽ ഇസ് ഇൻ ദ ഫോം ഓഫ് കൈനറ്റിക് എനർജി എന്ന് കറക്റ്റ് ആയിട്ട് മനസ്സിലാക്കി വെക്കുക. ഇവിടെയും ഫ്ലക്ച്വേഷൻ ഓഫ് സ്പീഡ് ഉണ്ട്, മാക്സിമം എനർജി ഉണ്ട്, ഫ്ലക്ച്വേഷൻ എനർജി ഉണ്ട്, മാക്സിമം എനർജി മൈനസ് മിനിമം എനർജി. അപ്പൊ അത് കറക്റ്റ് E1 മൈനസ് E2 എന്ന് കറക്റ്റ് കൊടുത്തിരിക്കുക. ഇനി ഇതുപോലെ തന്നെ അതിന്റെ ഫോർമുല ഉണ്ട്. നമ്മുടെ ആ E1 മൈനസ് E2 എന്ന് പറയുന്ന ഇക്വേഷനകത്ത് E1ന് ഐ ഒമേഗ സ്ക്വയർ, നമ്മൾ തൊട്ട് മുന്നേ പറഞ്ഞ ഫോർമുല, ഐ ഒമേഗ സ്ക്വയർ ബൈ 2 ഇട്ട് കൊടുക്കുക. E2 ഇട്ട് അങ്ങനെ ചെയ്ത് വരുമ്പോഴത്തേക്ക് മാക്സിമം ഫ്ലക്ച്വേഷൻ ഓഫ് എനർജി ഡെൽറ്റ ഇ എന്ന് പറയുന്നത് ഐ ഒമേഗ സ്ക്വയർ ഇൻറ്റു CS ആയിട്ട് വരും. കറക്റ്റ് ഓർത്ത് വെച്ചേക്കണേ, നമുക്ക് വേണ്ട കാര്യമാണ്. കറക്റ്റ് ഓർത്ത് വെച്ചേക്ക്, ഈ പ്രോബ്ലം നമുക്ക് വേണ്ടതാണ് ഇക്വേഷൻ. ഇനി കോഎഫിഷ്യന്റ് ഓഫ് സ്റ്റഡിനെസ് ആണ് പറയുന്നത്, അത് 1/CS എന്നാണ്. അതായത് കോഎഫിഷ്യന്റ് ഓഫ് ഫ്ലക്ച്വേഷൻ ഓഫ് സ്പീഡിന്റെ റെസിപ്രോക്കൽ ആയിരിക്കും കോഎഫിഷ്യന്റ് ഓഫ് സ്റ്റഡിനെസ് എന്ന് പറയുന്നത്. ഫ്ലൈവീലിന്റെയും ഗവർണറിന്റെയും കമ്പാരിസൺ. നമുക്ക് പ്രോബ്ലത്തിലോട്ട് പോകാം, ക്വസ്റ്റ്യൻസിലോട്ട് പോകാം. 10 ക്വസ്റ്റ്യൻസോളം ഉണ്ട്. എല്ലാം പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ആണ്. കേരള PSC, SSC, GATE, IAS പ്രീവിയസ് ഇത്രയും ക്വസ്റ്റ്യൻസ് ഇതിനകത്ത് വരുന്നുണ്ട്. നോക്കാം. വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ് ഈസ് കറക്റ്റ്? ഒന്ന് വായിച്ചിട്ട് ആൻസർ ചെയ്തേ. Flywheel reduces the speed fluctuation during a cycle for a constant load, but flywheel does not control the mean speed of the engine if the load changes. ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് അതാണ്. Flywheel does not reduce speed of fluctuation during a cycle of load. പിന്നെ വായിച്ചിട്ട് കാര്യം തെറ്റാന്നുള്ള കാര്യം ആദ്യത്തെ സ്റ്റേറ്റ്മെന്റ് തന്നെയുണ്ട്. Governor controls a speed fluctuation during a cycle for constant load, but governor does not control the mean speed of an engine if the load changes. ശരിയാണോ തെറ്റാണോ? ഗവർണർ കൺട്രോൾസ് സ്പീഡ് ഫ്ലക്ച്വേഷൻ ഡ്യൂറിങ് എ സൈക്കിൾ. അങ്ങനെ പറയുമ്പോൾ തന്നെ നമുക്ക് അവിടെ നിന്നൊരു കാര്യം കിട്ടും. ആൻഡ് ഗവർണർ ആൾസോ കൺട്രോൾ ദ മീൻ സ്പീഡ് ഓഫ് ദ എഞ്ചിൻ ഇഫ് ദ ലോഡ് ചേഞ്ചസ്. ഏതാണ് അവിടുത്തെ ആൻസർ? നല്ലതുപോലെ വായിച്ചിട്ട് പറയുക. ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസർ. ഓപ്ഷൻ സി അല്ല, ഓപ്ഷൻ എ ആണ് അവിടുത്തെ കറക്റ്റ് ആൻസർ. ഫ്ലൈവീൽ റെഡ്യൂസസ് ദ സ്പീഡ് ഫ്ലക്ച്വേഷൻ. കറക്റ്റാ, സംശയത്തിന്റെ കാര്യമൊന്നുമില്ല. ഫ്ലൈവീൽ റെഡ്യൂസസ് സ്പീഡ് ഫ്ലക്ച്വേഷൻ ഡ്യൂറിങ് എ സൈക്കിൾ for a constant load, but flywheel does not control the mean speed of the engine. Correct statement option A ആണ്.
രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ദ സ്പീഡ് ഓഫ് ആൻ എഞ്ചിൻ വേരീസ് ഫ്രം 210 റേഡിയൻസ് പെർ സെക്കൻഡ് ടു 190 റേഡിയൻസ് പെർ സെക്കൻഡ്. അപ്പം ω1 റേഡിയൻസ് പെർ സെക്കൻഡ് കണ്ടാൽ നിങ്ങൾ അവിടെ ഒമേഗ എന്ന് എഴുതണം, RPM കണ്ടാൽ നിങ്ങൾ അവിടെ N1 എന്ന് എഴുതിക്കണം. അപ്പം ഇവിടെ നോക്കിയേ ω1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 210 റേഡിയൻസ് പെർ സെക്കൻഡ്. ഇത് ഒരുപാട് തവണ ഒരുപാട് എക്സാംസിന് റിപ്പീറ്റ് ചോദിച്ചിട്ടുള്ളതാണ്. നിങ്ങൾ ഗേറ്റ് കോച്ചിങ്ങിനൊക്കെ പോയിട്ടുണ്ടെങ്കിൽ ഗേറ്റ് കോച്ചിങ്ങിനകത്ത് ഈ ഗവർണർ പഠിപ്പിക്കും അല്ലെങ്കിൽ ഫ്ലൈറ്റ് പഠിപ്പിക്കും ചെയ്യിക്കുന്ന ഒരു പ്രോബ്ലം ഇതാണ്, സ്ഥിരമായിട്ട് ചോദിച്ചുകൊണ്ടിരിക്കുന്ന ക്വസ്റ്റ്യനാണ്. 210 റേഡിയൻസ് പെർ സെക്കൻഡ്. ω2 എന്ന് പറയുന്നത് 190 റേഡിയൻസ് പെർ സെക്കൻഡ് ആണ്. ഡ്യൂറിംഗ് എ സൈക്കിൾ ദ ചേഞ്ച് ഇൻ കൈനറ്റിക് എനർജി ഈസ് ഫൗണ്ട് ടു ബി 400 ന്യൂട്ടൺ മീറ്റർ. അപ്പൊ ഏതാ അക്ഷരം? ചേഞ്ച് ഇൻ കൈനറ്റിക് എനർജി. വെറും കൈനറ്റിക് എനർജി ആണെങ്കിൽ എന്ന് മാത്രം കൊടുത്താൽ മതി. ചേഞ്ച് ഇൻ കൈനറ്റിക് എനർജി ആണെങ്കിൽ ഡെൽറ്റ എന്ന് കൊടുക്കണം. ഫൗണ്ട് ടു ബി 400 ന്യൂട്ടൺ മീറ്റർ എന്ന് പറയും. ദ ഇനർഷ്യ ഓഫ് ദ ഫ്ലൈവീൽ ഇൻ കിലോഗ്രാം പെർ മീറ്റർ, കിലോഗ്രാം മീറ്റർ സ്ക്വയർ. ഐ എന്ന് പറഞ്ഞാൽ എത്രയാണ് എന്നാണ് അവർ ചോദിക്കുന്നത്. ഏത് ഇക്വേഷൻ ആയിരിക്കും കിട്ടുന്നത്? ഡെൽറ്റ ഇക്ക് ഒരു ഇക്വേഷൻ ഉണ്ട്, ഡെൽറ്റ ഇ ഈക്വൽ ടു എങ്ങനെ ചെയ്യും? ഡെൽറ്റ ഇ ഈക്വൽ ടു പറഞ്ഞോ, പോരട്ടെ. മിനിമം മാക്സിമം കൈനറ്റിക് എനർജി മൈനസ് മിനിമം കൈനറ്റിക് എനർജി, അതാണ് ഡെൽറ്റ ഇ എന്ന് പറയുന്നത്. കൈനറ്റിക് എനർജി ആണെന്ന ഫോർമുല എന്ത് വരുന്നു? ഡെൽറ്റ ഇ ഈക്വൽ ടു പോരട്ടെ ഹാഫ് ഇൻറ്റു I ω1 സ്ക്വയർ മൈനസ് ഹാഫ് ഇൻറ്റു I ω2 സ്ക്വയർ. എഴുതാൻ പറ്റുമല്ലോ. ഇനി ഇവിടുന്ന് കോമൺ ആയിട്ട് എനിക്ക് വേണമെങ്കിൽ ഒരു ഹാഫ് ഇൻറ്റു I എന്ന് എടുത്തുകൂടായോ? ഇൻറ്റു ω1 സ്ക്വയർ. ω1 സ്ക്വയർ എന്ന് പറഞ്ഞാൽ 210 ആണ്. 210ന്റെ സ്ക്വയർ മൈനസ് 190ന്റെ സ്ക്വയർ. അവിടെ വെച്ച് നിങ്ങൾ ചെയ്യാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞിരിക്കരുത്. ഇവിടെ ഡെൽറ്റ ഇ എന്ന് പറഞ്ഞാൽ 400. അപ്പൊ 400 ഈക്വൽ ടു ആണ്. ചെയ്യാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞിരിക്കരുത്. എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ, എ പ്ലസ് ബി ഇൻറ്റു എ മൈനസ് ബി, 210 പ്ലസ് 190 പിന്നെ ഇൻറ്റു 210 മൈനസ് 190. അപ്പൊ 210 190 300 400 ഇൻറ്റു 210 മൈനസ് 190 ആകുമ്പോഴത്തേക്ക് 20 വരും. 8000. 8000. ഇവിടെ 2 പൂജ്യം ഉണ്ട്. അപ്പം ഇവിടെ 2 പൂജ്യം വെട്ടാം. ബാക്കി ചെയ്തിട്ട് ആൻസർ പറ. സിമ്പിൾ, വളരെ സിമ്പിൾ. ക്വസ്റ്റ്യൻ വളരെ സിമ്പിൾ ആയിട്ട് മാറി. ചെയ്തിട്ട് കിട്ടാത്തവരോ ഒന്നുകൂടെ ചെയ്യണമെന്നുള്ളവരോ പറയണേ. ഡെൽറ്റ ഇ ഈക്വൽ ടു ഹാഫ് I ω1 സ്ക്വയർ മൈനസ് ω2 സ്ക്വയർ. ഇത് സോൾവ് ചെയ്താൽ മതി. 210 പ്ലസ് 190 ഇൻറ്റു 210 മൈനസ് 190. 210 പ്ലസ് 190 400 വരും. 210 മൈനസ് 190 എന്ന് പറയുമ്പോഴത്തേക്ക് 20 വരും. അപ്പൊ 400 അതുപോലെ തന്നെ 20. 400 200 എന്ന് പറയുമ്പോൾ 8000 വരും. 8000 വരും. അപ്പം 400. അപ്പൊ ഇനി എഴുതാമല്ലോ. ഡെൽറ്റ ഇ 400 400 കിടപ്പുണ്ട്. 400 ഈക്വൽ ടു ഹാഫ് ഇൻറ്റു I ഇൻറ്റു 8000. വെട്ടിക്കളഞ്ഞ് കഴിയുമ്പോഴത്തേക്ക് ആൻസർ കിട്ടും. ഓപ്ഷൻ എ 0.10 എന്ന ആൻസർ കിട്ടും. 0.10 വേണമെങ്കിൽ എഴുതാം. 400 ഈക്വൽ ടു I/2 ഇൻറ്റു 8000 വരും. അപ്പൊ ഈ 2 പൂജ്യം പോയെ, ഈ 2 പൂജ്യം പോയെ. അപ്പൊ 4 2 8 ഈക്വൽ ടു I ഇൻറ്റു 80 എന്ന് വരും. അപ്പൊ തിരിച്ച് I ഈക്വൽ ടു 8 ഡിവൈഡ് ബൈ 80 എന്ന് പറഞ്ഞാൽ 0.1 എന്ന് വരും. ഓപ്ഷൻ എ ആണ് കറക്റ്റ്. ഒരുപാട് എക്സാമിന് ചോദിച്ചിട്ടുണ്ട്. ഒരുപാട് സ്റ്റേറ്റ് PSC എക്സാം, കേരള PSC പോലെ കർണാടക തമിഴ്നാടൊക്കെ ആണല്ലോ. ഞങ്ങളോട് എല്ലാം നിങ്ങൾ പഴയ ക്വസ്റ്റ്യൻ പേപ്പർ കളക്ട് ചെയ്താൽ ഗവർണർ ഫ്ലൈവീൽ ഈ ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളതാണ്. ഫ്ലൈവീൽ ആൻഡ് ഗവർണർ എന്ന് പറയുമ്പോൾ ഒരു മോഡലായിട്ടാണ് മിക്കടുത്തും വരുന്നത്. അവിടെ നിന്ന് ചോദിക്കാൻ ഒരുപാട് എക്സാംസിന് കേരള PSC കൂടാതെ തന്നെ ഒരുപാട് എക്സാംസിനും SSC എക്സാംസിനും ഗേറ്റിനും IAS പ്രിലിംസിനും എല്ലാം ചോദിച്ചൊരു പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ് ഇത്. അപ്പൊ അതിനൊരു കൺസെപ്റ്റ് മനസ്സിലാക്കി വെക്കുക. അടുത്തത്, ഇൻ ദ കേസ് ഓഫ് എ ഫ്ലൈവീൽ ദ മാക്സിമം ഫ്ലക്ച്വേഷൻ ഓഫ് എനർജി ഈസ് ദ മാക്സിമം ഫ്ലക്ച്വേഷൻ ഓഫ് എനർജി എന്ന് പറഞ്ഞാൽ എന്താണ്? സം ഓഫ് മാക്സിമം. സമ്മ് എന്ന് കേൾക്കുമ്പോൾ വെട്ടി നമുക്കത് സമ്മ് വരത്തില്ല. സം അല്ല നമ്മുടെ ആൻസർ വരുന്നത്. പിന്നെ ഡിഫറൻസ് ബിറ്റ്വീൻ, ഡിഫറൻസ് പറയുമ്പോൾ നമുക്കൊരു സംശയമുള്ള ആൻസർ ആണ്. ഡിഫറൻസ് ബിറ്റ്വീൻ മാക്സിമം ആൻഡ് മിനിമം എനർജീസ്. റേഷ്യോ അല്ല. റേഷ്യോയുടെ പരിപാടി നമ്മൾ ഫ്ലക്ച്വേഷൻ അത് പറഞ്ഞിട്ടില്ല. ഇവിടെയും റേഷ്യോ ആണ്. അപ്പൊ ഓപ്ഷൻ ബി ആണ് അവിടുത്തെ കറക്റ്റ് ആൻസർ. ഓപ്ഷൻ ബി ആണ് അവിടുത്തെ കറക്റ്റ് ആൻസർ. ഡിഫറൻസ് ബിറ്റ്വീൻ മാക്സിമം ആൻഡ് മിനിമം എനർജി, അതിനെയാണ് മാക്സിമം ഫ്ലക്ച്വേഷൻ ഓഫ് എനർജി എന്ന് പറയുന്നത്. ക്വസ്റ്റ്യൻ നമ്പർ 4.
The amount of energy absorbed by a flywheel is determined from the torque crank angle diagram, acceleration crank angle diagram, speed space diagram, speed energy diagram. ഇതിനകത്ത് കണ്ണും കൂട്ടി ആൻസർ എഴുതാൻ ഒരു കാര്യം മാത്രമേ പഠിച്ചിട്ടുള്ളൂ. ഫ്ലൈവീലോട്ട് ബന്ധപ്പെട്ട ഒരൊറ്റ കാര്യം മാത്രമേ പഠിച്ചിട്ടുള്ളൂ. അത് കണ്ടാൽ നിങ്ങൾക്ക് തന്നെ കറക്റ്റ് ആൻസർ കിട്ടും. ഏതാണ് ആൻസർ? ABCD എന്ന് പറയുന്നതിനകത്ത് സ്പീഡ് എനർജി ഡയഗ്രാം നമ്മൾ പഠിച്ചതല്ല, സംഭവം ഇല്ല. സ്പീഡ് സ്പേസ് ഡയഗ്രാം അങ്ങനെ സംഭവം നമ്മൾ ഫ്ലൈവീലിനകത്ത് പഠിച്ചിട്ടേ ഇല്ല. ആക്സലറേഷനോട് ബന്ധപ്പെട്ട ഒരു കാര്യങ്ങളും പഠിച്ചിട്ടില്ല. ടോർക്ക് ക്രാങ്ക് ആംഗിൾ ആണ്, അതായത് നമ്മൾ നേരത്തെ പറഞ്ഞ ടേണിംഗ് മൊമെന്റ് ഡയഗ്രത്തെ പറ്റിയാണ് അവർ ചോദിക്കുന്നത്. ടേണിംഗ് മൊമെന്റ് ഡയഗ്രത്തിന്റെ ഔട്ട്പുട്ട് ആണ് എമൗണ്ട് ഓഫ് എനർജി അബ്സോർബ് ബൈ എ ഫ്ലൈവീൽ എന്ന് പറഞ്ഞാൽ നമ്മൾ പണ്ട് പ്രോബ്ലം ചെയ്തില്ലയോ, യൂണിവേഴ്സിറ്റി എക്സാമിന് പ്രോബ്ലം ചെയ്തില്ലോ, ഡെൽറ്റ ഇ കണ്ടുപിടിച്ചിട്ട് ചെയ്യുന്ന ആ മേലോട്ടുള്ളതിന്റെ ഏരിയ മൈനസ് പ്ലസ് മൈനസ് പ്ലസ് മൈനസ് എന്ന് പറഞ്ഞ ടോട്ടൽ എനർജി എഴുതി വെക്കത്തില്ലയോ, ആ പരിപാടിയാണ് ടേണിംഗ് മൊമെന്റ് ഡയഗ്രാം എന്നാണ് അതിന് പറയുന്ന പേര്. ഓർത്തിരിക്കുക. ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസർ. Question number 5. A flywheel of moment of inertia 9.8 kilogram meter square. അപ്പൊ ഐയുടെ വാല്യൂ ആണ്, ഐ എന്ന് പറയുന്നത് 9.8 kilogram meter square. Fluctuates by 30 rpm for the fluctuation of energy energy of 1936 joule. The mean speed of the flywheel is ഇച്ചിരി കോംപ്ലിക്കേറ്റഡ് ആണ്, ചിലപ്പം കാൽക്കുലേറ്ററിൽ അത് ചെയ്യാൻ പറ്റത്തില്ല. പക്ഷെ ഇതും SSC എക്സാമിന് കാൽക്കുലേറ്റർ യൂസ് ചെയ്യാൻ പറ്റുന്ന ആ സമയത്ത് ചോദിച്ച ക്വസ്റ്റൻ ആണ്. അപ്പോൾ 1936 ജൂൾ ആണ്. അപ്പൊ ഏതൊക്കെ ടൈം ഒന്ന് ഓർത്ത് നോക്കിയേ. ഫ്ലൈവീൽ ഓഫ് മൊമെന്റ് ഓഫ് ഇനർഷ്യ ഐയുടെ വാല്യൂ 9.8 കിലോഗ്രാം മീറ്റർ സ്ക്വയർ ആണ്. ഫ്ലക്ച്വേഷൻ ബൈ 30 rpm ഫോർ എ ഫ്ലക്ച്വേഷൻ ഇൻ എനർജി ഓഫ്, അപ്പൊ ഫ്ലക്ച്വേഷൻ ഓഫ് എനർജി എന്ന് പറയുമ്പോഴത്തേക്ക് ഡെൽറ്റ ഇ ആണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് 1936 ജൂൾ എന്ന് പറയുന്നത്. ബൈ 30 rpm ഉണ്ട്. 30 rpm എന്ന് പറയുമ്പോൾ മീൻ സ്പീഡ് ആണ് നമ്മൾ പറയുന്ന 30 rpm എന്ന് പറയുന്ന ആള്. മെയിൻ സ്പീഡ് ഓഫ് ദ ഫ്ലൈവീൽ ആണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ എങ്ങനെ ചെയ്യുമെന്ന് നമുക്ക് നോക്കാം. എങ്ങനെയാണ് വരുന്നത്? തന്നിരിക്കുന്ന ടൈം ഒന്ന്, സോറി ഇത് N1 മൈനസ് N2 ആണ് കേട്ടോ. N1 മൈനസ് N2 ആണ് 30 rpm. നമുക്ക് വേണ്ടത് N ആണ് വേണ്ടത്. ഇക്വേഷൻ ഏതാണെന്ന് ഓർത്ത് നോക്കിയേ. ഡെൽറ്റ ഇക്ക് നമ്മുടെ അതിലുള്ള ഫോർമുലയൊക്കെ ഓർത്ത് നോക്കുക. ഡെൽറ്റ ഇ എന്ന് പറഞ്ഞാൽ നമുക്ക് അറിയുന്ന ഒരു കാര്യം ഐ ഒമേഗ സ്ക്വയർ ഇൻറ്റു സി എസ് എന്ന് പറഞ്ഞിട്ടുണ്ട്. പിന്നെ നമുക്ക് നോക്കുമ്പോഴത്തേക്ക് സി എസ് എന്ന് പറഞ്ഞാൽ നമുക്കൊരു കാര്യം അറിയാം, N1 മൈനസ് N2 ഡിവൈഡ് ബൈ N എന്ന് നമുക്കറിയാം. സി എസിന്റെ വാല്യൂ കോഎഫിഷ്യന്റ് ഓഫ് ഫ്ലക്ച്വേഷൻ സ്പീഡ് N1 മൈനസ് N2 ഡിവൈഡ് ബൈ N. ഈ N എന്ന് പറഞ്ഞാൽ എന്തുവാ? അത് N1 പ്ലസ് N2 ഡിവൈഡ് ബൈ 2 പിന്നെ നമ്മൾ അതിനകത്ത് മാറ്റി എഴുതിയതാ. നോക്കിക്കോ, സി എസ് എന്ന് പറഞ്ഞാൽ ഇത്ര വരും. അപ്പൊ ഇനി സി എസ് ഒന്ന് കണ്ടുപിടിച്ചൊന്ന് ചെയ്യാൻ പറ്റുമോ നോക്കി. ഒമേഗ എന്ന് പറയുന്ന ഒരാൾ നമ്മുടെ ഇരിപ്പുണ്ട്, പക്ഷെ ഒമേഗ നമ്മുടെ ഇല്ല. ഒമേഗ കണ്ടുപിടിക്കുന്ന റെസ്പോണ്ടിങ് ആയിട്ട് ആൾ നമ്മുടെ ഇല്ല. അപ്പൊ എങ്ങനെ ചെയ്യാൻ പറ്റും എന്നൊക്കെ നമുക്ക് നോക്കിയിട്ട് നമുക്ക് ചെയ്ത് നോക്കാം. ഡെൽറ്റ ഇ ആണ് നമ്മളുടെ ഇവിടുത്തെ ടേപ്പ്. അപ്പൊ ഡെൽറ്റ ഇ എന്ന് പറഞ്ഞാൽ 1936 എന്ന് പറഞ്ഞിട്ടുണ്ട്. ഈസി കിട്ടും. ഐ എന്ന് പറഞ്ഞാൽ 9.8 എന്ന് പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഒമേഗ സ്ക്വയർ അറിയത്തില്ല. ഒമേഗ സ്ക്വയർ അറിയാൻ വേണ്ടി നമ്മൾ ചെയ്യുന്നത് 2πn/60 എന്ന് കൊടുക്കാം. 2πnd/60 സ്ക്വയർ ഒമേഗ സ്ക്വയർ ആകുമ്പോൾ സ്ക്വയർ ഇട്ട് കൊടുക്കണം. ഇൻറ്റു N1 മൈനസ് N2 ഡിവൈഡ് ബൈ N. ഈ N1 മൈനസ് N2 എന്ന് പറയുന്ന ആളാണ് 30 എന്ന് പറയുന്ന വാല്യൂ. ചെയ്തു നോക്കി. ബാക്കി എങ്ങനെ ചെയ്യാൻ പറ്റുമെന്നൊക്കെ നോക്കും. പേപ്പർ മേനെ കൊണ്ടിരുന്ന് ചെയ്തു നോക്കണേ. ചെയ്ത് നോക്കിയിട്ട് ആൻസർ പറഞ്ഞു. സബ്സ്റ്റിറ്റ്യൂട്ട് വരുമ്പോഴത്തേക്ക് എങ്ങനെ വരും? 1936 9.8 പിന്നെ 2πn/60. 2πn/60 എന്ന് പറയുമ്പോഴത്തേക്ക് അത് സ്ക്വയർ ആണ്. സ്ക്വയർ വരുമ്പോഴത്തേക്ക് ഇവിടെ 4 വരുമല്ലോ. 4 വരും. പിന്നെ 4 വന്നു കഴിഞ്ഞാൽ പിന്നെ പൈക്ക് നമ്മൾ 22/7 സ്ക്വയർ ഇട്ട് കൊടുത്തു. പിന്നെ n നമുക്ക് അറിയത്തില്ല. അപ്പം n-നെ n സ്ക്വയർ തന്നെ ഇട്ട് കൊടുത്തു. 2πn/60 ഹോൾ സ്ക്വയർ ആയതുകൊണ്ടാണ് ഇവിടെ n സ്ക്വയർ വന്നത്. പിന്നെ വേറെ എന്താ ഉള്ളത്? N1 മൈനസ് N2 എന്ന് പറയുന്നത് 30 ആണ്. ഇനി ഇവിടെ ഡിവൈഡ് ബൈ N ഉണ്ടല്ലോ, N ഉണ്ട്. N എന്ന് പറയുമ്പോൾ ആ N-ഉം ഇവിടുത്തെ ഒന്നും വെട്ടിപ്പോകും. ബാക്കി ഇവിടെ ഒരു N മാത്രമേ വരത്തുള്ളൂ. ആ N ആണ് നമുക്ക് വേണ്ട N. ബാക്കി അങ്ങോട്ട് കാൽക്കുലേറ്റർ ഇല്ലാതെ ഉപയോഗിക്കാൻ ചെയ്തെടുക്കാൻ പറ്റത്തില്ല. ഇച്ചിരി പാടാണ്, മെനക്കെട്ടിരിക്കേണ്ടി വരും. ഈ N ഇവിടെ കണ്ടുപിടിക്കാം. 1936 ഉണ്ട്, 9.8 ഉണ്ട്, 4 ഉണ്ട്, 22/7 സ്ക്വയർ ഉണ്ട്.
ഇനി n മാത്രമേ ഉള്ളൂ, ഇനി 30 അത്രേ ഉള്ളൂ സംഭവം. n മാത്രം കണ്ടുപിടിക്കണം. കണ്ടുപിടിച്ച് വരുമ്പോഴത്തേക്ക് 968 എന്നാണ് അതിന്റെ ആൻസർ വരുന്നത്. കാൽക്കുലേറ്ററിൽ അത് ചെയ്യാൻ പറ്റത്തില്ല, സംശയമൊന്നുമില്ല. ഇത് ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ ആണോ? 968 ഇത് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് മനസ്സിലായോ? പ്ലീസ് അതെങ്കിലും മനസ്സിലായോന്ന് പറഞ്ഞു. ഓക്കെ ആണോ? റെസ്പോണ്ട് ചെയ്തേ. ഫോർമുലയൊക്കെ ഓക്കെ ആണല്ലോ? ഉണ്ടോ പോയാ? Next question, a flywheel connected to punching machine has to supply energy of 400 Newton meter while running at a mean regular speed of 20 radians per second. If the total fluctuation of speed is not to exceed plus or minus 2%, okay, plus or minus 2%, the mass moment of inertia of the flywheel kilogram meters per is dash. അപ്പം I ആണ് കണ്ടുപിടിക്കേണ്ടത്, മാസ് മൊമെന്റ് ഓഫ് ഇനർഷ്യ ആണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ I is equal to ക്വസ്റ്റ്യൻ മാർക്ക്. ഇവിടെ കണ്ടോ പ്ലസ് ഓർ മൈനസ് 2% എന്ന് വന്നിട്ടുണ്ട്. ഈ പ്ലസ് ഓർ മൈനസ് കണ്ടു കഴിഞ്ഞാൽ ഓർക്കേണ്ട കാര്യം, ഇഫ് ദ ടോട്ടൽ ഫ്ലക്ച്വേഷൻ ഓഫ് സ്പീഡ് ഈസ് നോട്ട് ടു എക്സീഡ് പ്ലസ് ഓർ മൈനസ് 2% എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? പ്ലസ് ഓർ മൈനസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഇഫ് ദ ടോട്ടൽ ഫ്ലക്ച്വേഷൻ ഓഫ് സ്പീഡ് ഈസ് നോട്ട് ടു എക്സീഡ് പ്ലസ് ഓർ മൈനസ് 2% എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ അവിടെ എഴുതിക്കോണം, അത് CS-ന്റെ വാല്യൂ ആണ്. ദാറ്റ് ഈസ് ഈക്വൽ ടു 4% എന്ന് വരും. പ്ലസ് ഓർ മൈനസ് എന്ന് പറയുമ്പോൾ പ്ലസും ഉണ്ട് മൈനസും ഉണ്ട്, അതുകൊണ്ട് തന്നെ അതിനെ രണ്ടായിട്ട് ആഡ് ചെയ്യുക. 2 2 4 വരും, 4% വരും. അല്ലെങ്കിൽ CS-ന്റെ അവിടുത്തെ വാല്യൂ 0.04. ഈ ഒരു കാര്യം മനസ്സിലാക്കി വെച്ചാൽ മാത്രമേ നമുക്ക് ഈ പ്രോബ്ലം ചെയ്യാൻ പറ്റൂ. പ്ലസ് ഓർ മൈനസ് കണ്ടു കഴിഞ്ഞാൽ അതിനെ ഡബിൾ ആക്കിക്കോണം. പ്ലസ് ഓർ മൈനസ് 3 പറഞ്ഞു കഴിഞ്ഞാൽ 6 ആണ് അവിടുത്തെ CS-ന്റെ വാല്യൂ. പ്ലസ് ഓർ മൈനസ് 1 പറഞ്ഞു കഴിഞ്ഞാൽ എന്താ 2 ആണ് അവിടുത്തെ CS-ന്റെ വാല്യൂ. 2% എന്ന് വരും. ഇനി a flywheel connected to a punching machine has to supply energy of 400 ന്യൂട്ടൺ മീറ്റർ. അപ്പൊ ഇവിടെ E എന്ന് പറയുന്ന ആളെയാണ് നമുക്ക്, ഡെൽറ്റ E എന്ന് പറയുന്ന ആളെയാണ് 400 ന്യൂട്ടൺ മീറ്റർ എന്ന് പറഞ്ഞു തന്നിരിക്കുന്നത്. while running at a mean regular speed of 20 radians per second. അപ്പൊ ഈ മീൻ സ്പീഡ് എന്ന് പറഞ്ഞ ടൈം എന്തുമായിരിക്കും? ഒമേഗ ആയിരിക്കും. ഇവിടെ ന്യൂട്ടൺ ആണെങ്കിൽ സോറി എന്താ RPM ആണെന്നുണ്ടെങ്കിൽ നമുക്ക് n എന്ന് എഴുതാൻ പറ്റും. ഇവിടെ മീൻ റെഗുലർ സ്പീഡ് ആണ്. മീൻ എന്ന് പറഞ്ഞില്ലയോ, n1 പ്ലസ് n2 ഡിവൈഡ് ബൈ 2 എന്ന് പറഞ്ഞ മീൻ ഉണ്ടല്ലോ, അത് തന്നെയാണ് ഇവിടെ വരുന്നത്. ഇവിടെ വരുമ്പോഴത്തേക്ക് ω1 പ്ലസ് ω2/2 അതാണ് റേഡിയൻസ് പെർ സെക്കൻഡ് വരുന്ന മീൻ വാല്യൂ. അപ്പൊ ഇവിടെ തന്നിരിക്കുന്ന ഒമേഗ എന്ന് പറയുന്നത് 20 റേഡിയൻസ് പെർ സെക്കൻഡ് ആണ്. അങ്ങനെയാണെങ്കിൽ I കണ്ടുപിടിക്കാം. ഏതാണ് ഫോർമുല? നോർത്ത് നോക്കി ഏതാ? ഈ ഡെൽറ്റ E ഉണ്ട് I ഉണ്ട്, വരുന്ന ഫോർമുല എന്ന് പറഞ്ഞേ. ഡെൽറ്റ E ഈസ് ഇക്വൽ ടു ഓപ്ഷൻ എ പറഞ്ഞു കഴിഞ്ഞു. ഡെൽറ്റ E ഈസ് ഇക്വൽ ടു I ഇൻറ്റു ഒമേഗ സ്ക്വയർ ഇൻറ്റു CS. ഇതാണ് ഫോർമുല. സിമ്പിൾ, ഏറ്റവും സിമ്പിൾ, ഏറ്റവും ഒരു 10 സെക്കൻഡ് മാക്സിമം അതുകൊണ്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു കാൽക്കുലേറ്റർ വേണ്ടുന്ന പ്രോബ്ലം. ടൈം അറിയാമെങ്കിൽ പെട്ടെന്ന് ചെയ്യാം. അപ്പൊ 400 ഈസ് ഇക്വൽ ടു I ആണ് വേണ്ടത്. ഒമേഗ സ്ക്വയർ കണ്ടുപിടിക്കാൻ വേണ്ടി 20ന്റെ സ്ക്വയർ എന്ന് പറഞ്ഞാൽ 400 ഇൻറ്റു CS എന്ന് പറയുമ്പോഴത്തേക്ക് 0.04. അപ്പൊ ഈ 400 വെട്ടിപ്പോവും, ബാക്കി ഇവിടെ 1 വരും. അപ്പം I ഈസ് ഇക്വൽ ടു 1 ഡിവൈഡ് ബൈ 0.04 എന്ന് വരും. 1 ഡിവൈഡ് ബൈ 0.04 എന്ന് പറഞ്ഞാൽ എന്താ വരുന്നത്? 25 ആയിരിക്കും വരുന്നത്. ഓപ്ഷൻ എ ആണ് അവിടുത്തെ കറക്റ്റ് ആൻസർ. 1 ഡിവൈഡ് ബൈ 0.04 ഓപ്ഷൻ എ ആണ്. 25 ആണ് അവിടുത്തെ ആൻസർ. വളരെ സിമ്പിൾ ആണ്. ഡയറക്റ്റ് ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. 25 ആണ് അവിടുത്തെ ആൻസർ. കിട്ടുന്നുണ്ടോ? കിട്ടിയോ വിശാഖ? ഫോർമുല ഡയറക്റ്റ് സബ്സ്റ്റിറ്റ്യൂഷൻ വേറെ ഒന്നുമില്ല. അപ്പൊ ആ ഫോർമുലയ്ക്ക് എല്ലാം ഭയങ്കര ഇമ്പോർട്ടൻസ് ആണെന്നുള്ള കറക്റ്റ് മനസ്സിലാക്കി വെക്കുക. അടുത്ത 7ാമത്തെ ക്വസ്റ്റ്യൻ. കുറെ സർക്കുലർ സോളിഡ് ഡിസ്ക് ഓഫ് യൂണിഫോം തിക്നെസ് 20 mm, റേഡിയസ് 200 mm ആൻഡ് മാസ് 20 കിലോഗ്രാം ഈസ് യൂസ്ഡ് ആസ് എ ഫ്ലൈവീൽ. ഫ്ലൈവീൽ ടൈംസ് ആണ് തന്നിരിക്കുന്നത്. ഫ്ലൈവീലിനകത്തുള്ള എന്തൊക്കെയുണ്ട്? തിക്നെസ്
20 mm, റേഡിയസ് 200 mm, മാസ് 20 കിലോഗ്രാം. ഇനി ഇറ്റ് റൊട്ടേറ്റ്സ് അറ്റ് 600 rpm, the kinetic energy of the flywheel in joule ആണ് കണ്ടുപിടിക്കേണ്ടത്. പക്ഷെ ഇവിടെ കാൽക്കുലേറ്റർ യൂസ് ചെയ്യാൻ പറ്റാത്ത എക്സാം ആണ് ഇത്. അത് SSCയുടെ പ്രിലിംസിൽ വന്ന ക്വസ്റ്റ്യൻ ആണ്. ഇവിടെ ക്ലോസസ്റ്റ് ടു എന്ന് പറഞ്ഞിട്ടുണ്ട്. അതായത് അപ്പൊ കറക്റ്റ് ആൻസർ നമുക്ക് കിട്ടത്തില്ല. അതുമായിട്ട് ഏറ്റവും ക്ലോസ് ചെയ്തിരിക്കുന്ന ആൻസർ ഏതാണെന്ന് ചോദിച്ചിരിക്കുന്നത്. ഒന്ന് ചെയ്യാൻ നോക്കിയേ. ഡെൽറ്റ ഇ ആണോ അല്ലെങ്കിൽ കൈനറ്റിക് എനർജി വരുന്ന ഫോർമുല? എന്തോ കൈനറ്റിക് എനർജിയുടെ ഫോർമുല വരുന്നത്? കൈനറ്റിക് എനർജി എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? കൈനറ്റിക് എനർജി എന്ന് പറഞ്ഞാൽ I/2 ഇൻറ്റു എന്തായിരുന്നു വരുന്നേ? ഒമേഗ സ്ക്വയർ ഇല്ലയോ? ഹാഫ് ഇൻറ്റു I ഒമേഗ സ്ക്വയർ എന്ന് പറയത്തില്ലേ? അത് തന്നെ I/2 ഒമേഗ സ്ക്വയർ എന്ന് പറയുന്നത്. ഇവിടുന്ന് എന്തൊക്കെയുണ്ട് തന്നിട്ടുണ്ട്, എന്തൊക്കെയാണ് ചെയ്യുന്നതെന്നൊക്കെ ഓർത്ത് നോക്കി. എങ്ങനെ ചെയ്യും എന്നുള്ള കാര്യം ഓർത്ത് നോക്ക്. ഇവിടെ അറിയേണ്ട ഒരു കാര്യമുണ്ട്. ഇതൊരു സോളിഡ് ഡിസ്ക് ആണ്. സോളിഡ് ഡിസ്കിന്റെ I കണ്ടുപിടിക്കുന്ന ഫോർമുല അത് വേണം. അതിനാണ് ഇവിടെ MF തന്നിരിക്കുന്നത്. സോളിഡ് ഡിസ്കിന്റെ I കണ്ടുപിടിക്കുന്ന ഫോർമുല mr² ആണ്. മൊമെന്റ് ഓഫ് ഇനർഷ്യ ഓഫ് സോളിഡ് ഡിസ്ക് എന്ന് പറഞ്ഞാൽ mr². M എന്ന് പറഞ്ഞാൽ അവിടുത്തെ മാസ് ആണ്. മാസ് എന്ന് പറയുമ്പോഴത്തേക്ക് 20 കിലോഗ്രാം. പിന്നെ ഇൻറ്റു R എന്ന് പറയുമ്പോഴത്തേക്ക് റേഡിയസ് ഉണ്ടല്ലോ 200 mm. 200 mm മീറ്ററിലോട്ട് മാറ്റിക്കണം. അപ്പൊ അതിന്റെ r² അവിടെ കിട്ടും. അപ്പൊ IR² എന്നുള്ള വാല്യൂ കിട്ടും. mr² ചെയ്യുമ്പോഴത്തേക്ക് I എന്നുള്ള വാല്യൂ കിട്ടും. അപ്പൊ 20 ഇൻറ്റു ചെയ്തോ 20 ഇൻറ്റു 200 ആകുമ്പോഴത്തേക്ക് 200 × 10³ വരും. ഇൻറ്റു ഇപ്പൊ ഇവിടെ ഇത് കിട്ടിയല്ലോ. ഇനി കൈനറ്റിക് എനർജി എന്ന് പറഞ്ഞാൽ mr² വരും. ഇവിടെ 2 ഉണ്ട്. ഇൻറ്റു ഒമേഗ സ്ക്വയർ. ഒമേഗ സ്ക്വയർ 600 എന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ. ആൻസർ എന്തായാലും നോക്കിയേ. കുറെയൊക്കെ വെട്ടിപ്പോവും. അവിടെ 600 എന്നില്ല കേട്ടോ. ഇവിടെ എന്നാണ് 600 എന്ന് പറയുന്നത് കേട്ടോ. 600 rpm. അതിന് ഒമേഗയിലോട്ട് മാറണം. മറ്റപ്പോഴത്തേക്ക് 2πn/60 വരും. ചെയ്താൽ മാത്രമേ അതിന് ഒമേഗയിലോട്ട് മാറത്തുള്ളൂ. അങ്ങനെ മാറിക്കഴിഞ്ഞ് വെട്ടിക്കളയാൻ പറ്റും. കുറെ ടൈമുകൾ വെട്ടിപ്പോയി ചെയ്തെടുക്കുമ്പോൾ ഏകദേശം ഒരു 720 എന്ന് പറയുന്ന ഒരു റേഞ്ചിലാണ് ആൻസർ വരുന്നത്. അപ്പൊ അതിന്റെ ക്ലോസസ്റ്റ് വാല്യൂ എന്ന് പറയുന്നത് 790 ആയിരിക്കും. ചെയ്യാൻ പറ്റും. എളുപ്പത്തിന് പറഞ്ഞിട്ടുണ്ട്. പൈ എന്ന് പറഞ്ഞാല് നിങ്ങൾ 3.14 എന്ന് വെക്കണം. 3 എന്നങ്ങ് എടുത്തു പോവാം. ഒന്ന് നിരത്തി എഴുതി നോക്കിയാൽ നമുക്ക് എന്തൊക്കെയാന്നുള്ള കാര്യം. നമ്മുടെ ഇക്വേഷൻ എന്ന് പറയുന്നത് E എന്ന് പറയുന്നത് I അല്ലെങ്കിൽ 1/2 ഇൻറ്റു I ഒമേഗ സ്ക്വയർ എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഇവിടെ 1/2 ഇൻറ്റു I കണ്ടുപിടിക്കാനായിട്ട് mr². M എന്ന് പറയുമ്പോഴത്തേക്ക് 20 ഇൻറ്റു R എന്ന് പറയുമ്പോഴത്തേക്ക് 200 ഇൻറ്റു 10⁻³ ഹോൾ സ്ക്വയർ വരും. അപ്പം I വരെ വന്നു. ഇൻറ്റു ഒമേഗ കണ്ടുപിടിക്കാൻ 2π ഇൻറ്റു n എന്ന് പറഞ്ഞാൽ എത്ര? 600 ആണ്. 2πn/6. ഒമേഗ സ്ക്വയർ വരുമ്പോഴത്തേക്കോ ഇതിനൊരു സ്ക്വയർ വിട്ടു കൊടുക്കണം. വെട്ടിയെടുത്ത് ചെയ്യുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് അവിടെ നിന്ന് ആൻസർ കിട്ടും. കൈനറ്റിക് എനർജി E എന്ന് പറയുന്ന ആൻസർ ചെയ്ത് വരുമ്പോഴത്തേക്ക് ഒരു 719 720 എന്ന് പറയുന്ന ഒരു വാല്യൂ അടുത്താണ് കിട്ടുന്നത്. അത് ഞാൻ കാൽക്കുലേറ്റർ ചെയ്ത് നോക്കിയതാണ്. അപ്പൊ അതിന് ക്ലോസസ്റ്റ് വാല്യൂ എന്ന് പറയുന്നത് 790. ഓക്കെ ആണല്ലോ. ഓപ്ഷൻ ബി ആണ്. ഇതാണ് അവിടുത്തെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ. ഇത്തരം കാര്യങ്ങളാണ് നമുക്ക് ഈ പറയുന്ന ഫ്ലൈവീൽ എന്ന് പറയുന്ന ടോപ്പിക്കിൽ നിന്ന് പഠിക്കാനുള്ളത്.